അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ നാം ആഗ്രഹിക്കുന്നത് പോലെ എത്രയും വേഗം ഇവിടെ എത്തിച്ചേരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ വെച്ച് നാം ചൊല്ലിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ധാരാളം ചൊല്ലി മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഷെയ്ഖുന സുലൈമാൻ മുസ്ലിയാർ ഈ സദസ്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുതൽ നാം എല്ലാവരും കൂടി ഈ മജ്ലിസിൽ വെച്ച് മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബദരീങ്ങളുടെ പേരും അവരുടെ മദ്ഹും ഇൻഷാ അല്ലാഹ് തങ്ങൾ വന്ന് ചൊല്ലിയതിന് ശേഷമാണ് നാം ദുആയിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിൽ നിന്ന് ദുആഇന് ഉത്തരം പ്രതീക്ഷിക്കാവുന്ന ധാരാളം സ്വാലിഹീങ്ങളും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും യതീം കുട്ടികളും സഹോദരിമാരും പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളീങ്ങളായ നൂറുകണക്കായ കുട്ടികളും എല്ലാവരും ഒത്തുകൂടിയ ഒരു മജ്ലിസ്. ആ മജ്ലിസിൽ നിന്ന് നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ വിഷമങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ മുറാദുകൾ ഹാസുലാകുന്നതിന് വേണ്ടി നാം നടത്തുന്ന ദുആ അല്ലാഹു സ്വീകരിക്കും എന്ന് നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല ആ നിലക്കുള്ള ദുആക്ക് ഉത്തരം കിട്ടുന്ന, കൈകൾ തട്ടപ്പെടാത്ത, മഖബൂലായ സ്വീകാര്യമായ മജ്ലിസുകളിൽ നമ്മുടെ മജ്ലിസിനെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ചെറിയ വിഷമം നിങ്ങൾക്കുണ്ടായി. നാം പരിപാടി തീരുമാനിക്കുന്ന സമയത്തും ഇന്നും ഇന്നലെയും ഒന്നും മഴയുടെ ലക്ഷണങ്ങളില്ലാത്ത നല്ല വെയിലും കാലാവസ്ഥയും കണ്ടപ്പോൾ പന്തൽ വേണ്ട എന്ന് നാം തീരുമാനിക്കുകയായിരുന്നു. പന്തൽ ഇടുന്നതിൽ വിഷമുണ്ടായിട്ടല്ല. 40,000 മുതൽ 50,000 രൂപ വരെ പന്തലിന് ചെലവുണ്ട്. ആ പന്തൽ ഇട്ട് നാം പരിപാടി നടത്തുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഈ മജ്ലിസിലേക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന, അവരുടെ പഠനത്തിന് വേണ്ടിയും ആഹാരത്തിന് വേണ്ടിയും നിയ്യത്ത് ചെയ്ത് തരുന്ന പൈസ പന്തലിനും സ്റ്റേജിനുമൊക്കെ കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അത് പരമാവധി ഒഴിവാക്കി നിങ്ങൾ ഈ മജ്ലിസിലേക്ക് നേർച്ചയായും സ്വതക്കയായും നൽകുന്ന ചെറുതും വലുതുമായ സംഖ്യകൾ അത് നമ്മുടെ കുട്ടികൾക്ക്, അവരുടെ പഠനത്തിന്, യതീം കുട്ടികൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക്, ഹാഫിളീങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കപ്പെടണം. അതുകൊണ്ട് പരിപാടിക്ക് വരുന്ന ചെലവുകൾ പരമാവധി കുറക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് ചെറിയ വിഷമം നമുക്ക് ഉണ്ടായി. സാരമില്ല, അല്ലാഹു തആല അതിനും നമുക്ക് പ്രതിഫലം തരും. അല്ലാഹു എല്ലാ നിലക്കും നമ്മുടെ ത്യാഗങ്ങളും വിഷമങ്ങളും ഒന്നും യഥാർത്ഥത്തിൽ ത്യാഗങ്ങളല്ല, വിഷമങ്ങളല്ല. നാം കുറച്ച് മഴ കൊണ്ടു, അല്ലെങ്കിൽ കുറച്ച് വെയിൽ കൊണ്ടു എന്നതൊക്കെ നമുക്ക് വലിയ ത്യാഗമായി, വലിയ വിഷമമായി നമുക്ക് തോന്നുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നാളെ റബ്ബ് തആല മനുഷ്യനോട് പാരത്രിക ലോകത്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഈ മഴ കൊണ്ടും വെയിലുകൊണ്ടും ഒന്നും ഉത്തരം പറഞ്ഞാൽ മതിയാവില്ല. മഹാന്മാരായ സ്വഹാബത്തും അതുപോലുള്ള വലിയ വലിയ മഹാന്മാരും അവരൊക്കെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും, ആ കഷ്ടപ്പാടുകൾ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് അവര് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ആരോഗ്യം എന്തിലാണ് ചെലവഴിച്ചത്, സമയം എന്തിലാണ് ചെലവഴിച്ചത്, പണം എന്തിലാണ് ചെലവഴിച്ചത്, അങ്ങനെ തുടങ്ങി സമയത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, ജീവിതത്തിലെ യൗവനത്തെക്കുറിച്ച്, സമ്പാദ്യത്തെക്കുറിച്ച്, സമ്പാദ്യം ചെലവഴിച്ചതിനെക്കുറിച്ച് ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരങ്ങൾ
മഹാന്മാരായ മുൻഗാമികൾക്ക് പറയാനുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ കാര്യമായി ഒന്നും പറയാനില്ല. ഇത്തരം ചില മജ്ലിസുകൾ, ആ മജ്ലിസുകളിൽ മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും അവരുടെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് അവരുടെ ദുആഇന് ആമീൻ പറഞ്ഞ് അവരോടൊപ്പമിരുന്ന് അവരുടെ പ്രസംഗം കേട്ട് അവരുടെ ഉപദേശങ്ങൾ കേട്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എടുത്തു പറയാൻ മാത്രമേ നമുക്കുള്ളൂ. അല്ലാഹു തആല ആ നിലക്ക് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ഞാൻ ദുആ ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ് നമ്മുടെ ഒരു സമാധാനം. നമുക്ക് ആകെയുള്ള സമാധാനം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുചരന്മാരിൽപ്പെട്ട സ്വഹാബത്തിൽപ്പെട്ട ഒരാള് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് നിസ്കാരമൊന്നും അധികമല്ല, ഞാൻ ഫർള് നിസ്കരിക്കും, ഫർളിന്റെ പിന്നിലുമുള്ള മുന്നിലുമുള്ള റവാത്തിബുകളൊക്കെ നിസ്കരിക്കും, എനിക്ക് കൂടുതൽ സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് എണ്ണിപ്പറയാനൊന്നുമില്ല, കുറേ സുന്നത്ത് നോമ്പുകളൊന്നും ഞാൻ നോറ്റിട്ടില്ല, അങ്ങനെ ഇബാദത്തുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ എനിക്ക് അധികമൊന്നും ഇബാദത്തുകളെക്കുറിച്ച് പറയാനില്ല, എന്നാലും എനിക്ക് പറയാനുള്ള ഒരു അമലുണ്ട്. അതെന്താണ്? ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹുവിന്റെ മഹാന്മാരായ അല്ലെങ്കിൽ മഹാന്മാരുടെ നേതാവായ അങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞ ഒരു മറുപടി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അന്ത മഅമൻ അഹബ്ബ, നീ ആരെ ഇഷ്ടപ്പെട്ടുവോ സ്നേഹിച്ചുവോ അവരോടൊപ്പമായിരിക്കും നാളെ നീ ഉണ്ടായിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം സ്നേഹിക്കുന്നവരോടൊപ്പം ആയിരിക്കും നാം ഉണ്ടായിരിക്കുക എന്നതിന്റെ അർത്ഥം നാം സാദാത്തുക്കളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അവരുടെ ദുആഇന് ആമീൻ പറയുന്നു, അവരുടെ മജ്ലിസുകളിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുന്നു, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നു, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നു, സ്വാലിഹീങ്ങളോട് നമുക്ക് അടുപ്പമാണ്, അവരോടൊപ്പം ഇരിക്കാൻ നാം ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഈ മഹബ്ബത്ത്, ഈ സ്നേഹം, ഈ ഇഷ്ടം അത് അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ കാരണമായി തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഏക സമാധാനം. നമുക്ക് സാദാത്തുക്കളോട് ഇഷ്ടമാണ്, ആലിമീങ്ങളോട് ഇഷ്ടമാണ്, മുതഅല്ലിമീങ്ങളോട് ഇഷ്ടമാണ്, യതീം മക്കളോട് ഇഷ്ടമാണ്, സ്വാലിഹീങ്ങളോടൊപ്പം ഇരിക്കുന്നത് നമുക്ക് നല്ല കൗതുകമാണ്, ആവേശമാണ്. അവരോടൊപ്പം ഇരുന്ന് ദിക്റ് ചൊല്ലാൻ, ആമീൻ പറയാൻ, മൗലിദ് പാരായണം നടത്താൻ, അങ്ങനെ തുടങ്ങി നമുക്ക് അവരോടുള്ള മഹബ്ബത്ത്, അവരോടുള്ള സഹവാസം, അവരോടുള്ള സ്നേഹം, കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് അവരോടൊപ്പം നമ്മെ എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ സാദാത്തുക്കൾ പോകുന്ന ആ നല്ല വഴിക്ക് സ്വർഗത്തിൽ, ഔലിയാക്കളെ ഇഷ്ടപ്പെട്ട് അവരുടെ വഴിക്ക് അവർ പോകുന്ന സ്വർഗത്തിൽ, അമ്പിയാക്കളെ ഇഷ്ടപ്പെട്ട് അവരുടെ വഴിക്ക് അവർ പോകുന്ന സ്വർഗത്തിൽ, അന്ത മഅമൻ അഹബ്ബ എന്ന് റസൂലുള്ള പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പം നാളെ നീ ഉണ്ടായിരിക്കും, നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പം നാളെ നീ സ്വർഗത്തിലായിരിക്കും എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളും വിശ്വാസങ്ങളും അഖീദകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കൊണ്ടു നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരെ മാറ്റിവെച്ചുകൊണ്ടുള്ള യാതൊരു ചടങ്ങും നമുക്കില്ല, മഹാന്മാരെ മാറ്റിവെച്ചുകൊണ്ടുള്ള യാതൊരു പരിപാടിയും നമുക്കില്ല. സാദാത്തുക്കളെ മാറ്റിവെച്ചുകൊണ്ട്, ആലിമീങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, ഔലിയാക്കളെ മാറ്റിവെച്ചുകൊണ്ട്, മഹാന്മാരെ മാറ്റിവെച്ചുകൊണ്ട് യാതൊരു പരിപാടിയും നമുക്കില്ല. അതുകൊണ്ടാണ് ഏത് മജ്ലിസിൽ വെച്ചാണെങ്കിലും ഏത് സദസ്സ് ആരംഭിക്കുമ്പോഴും നാം മഹാന്മാരെ ഓർത്തുകൊണ്ട് അവരുടെ ഹദറത്തിലേക്ക് ഖുർആൻ ഓതിക്കൊണ്ട് ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും, ധാരാളമായി ഖുർആൻ ഓതാൻ സന്ദർഭമില്ലെങ്കിലും ഒരു ചെറിയ ഫാത്തിഹ, അതോടൊപ്പം കുറച്ച് സൂറത്തുകൾ അതെങ്കിലും ഓതി മഹാന്മാർക്ക് ഹദിയ ചെയ്ത് അവരുടെ ഹദറത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ചെറുതും വലുതുമായ 10 ആളുകൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണെങ്കിൽ പോലും, ഒരു യോഗമാണെങ്കിൽ പോലും ആ യോഗം തുടങ്ങുന്നത്, സമ്മേളനം തുടങ്ങുന്നത്, മറ്റ് പരിപാടികൾ ആരംഭിക്കുന്നത് എല്ലാം മഹാന്മാരെ ഓർത്തുകൊണ്ടാണ്, അവരെ അനുസ്മരിച്ചുകൊണ്ടാണ്, അവരെ ബഹുമാനിച്ചുകൊണ്ടാണ്,
അവരുടെ ഹദറത്തിലേക്ക് ഫാത്തിഹയും ഖുർആനുമൊക്കെ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഏത് ചടങ്ങും ആരംഭിക്കുന്നത്. മഹാന്മാരെ മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനാവുകയില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ നമ്മുടെ നിസ്കാരങ്ങളിൽ ഫാത്തിഹ സൂറത്തിലൂടെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നതും അതുതന്നെയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്നിങ്ങനെ നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് ഒരു ദിവസം കുറഞ്ഞത് 17 തവണയെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങളിലും ഫർദ് നിസ്കാരങ്ങളിലും ഇനി നമ്മുടെ സ്വകാര്യ ചടങ്ങുകളിലും വീട്ടിലാണെങ്കിലും മരണവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും മരിക്കുന്നതിന് മുമ്പും മരിച്ചതിന് ശേഷവും എല്ലാ സന്ദർഭങ്ങളിലും നാം അള്ളാഹുവിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്, പടച്ചവനെ മഹാന്മാരുടെ വഴിയിൽ എന്നെ ചേർക്കണം, മഹാന്മാരോടൊപ്പം ചേർക്കണം, മഹാന്മാരുടെ വഴിയിൽ ചേർക്കണം, അവരുടെ കൂടെ എന്നെയും ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു കാര്യം, നമ്മുടെ രക്ഷ, നമ്മുടെ സലാമത്ത്, നമ്മുടെ സ്വർഗം അതിരിക്കുന്നത് തീർച്ചയായും മഹാന്മാരുടെ കൂടെയാണ്, അവരോടുള്ള സഹവാസത്തിലാണ്, അവരോടുള്ള മഹബത്തിലാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ബായാർത്ഥങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഈ മജ്ലിസിൽ ഒത്തുകൂടുന്നത്. സാദാത്തുക്കൾ വരുന്നു, അവർ ദുആ ചെയ്യുന്നു, അവരുടെ നേതൃത്വത്തിൽ ദിക്റും സ്വലാത്തും നടക്കുന്നു എന്ന് പറയുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായാലും അനുകൂലമായാലും മറ്റ് വിഷമങ്ങളൊക്കെ ഉണ്ടായാലും നാം ഈ മജ്ലിസിൽ വന്നു ചേരുന്നത് അവരോടുള്ള മഹബത്ത് കൊണ്ടാണ്. ആ മഹബത്ത് കൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെടാനാകണം. നമ്മുടെ നിസ്കാരം, നമ്മുടെ ഇബാദത്തുകൾ അതൊക്കെ പുഴുക്കുത്ത് ധാരാളമുള്ളതാണ്, കുറവുകൾ ഉള്ളതാണ്. മഹാന്മാരുടെ നിസ്കാരം പോലെ പൂർണ്ണമായി സമ്പൂർണമായി നമുക്ക് നിസ്കരിക്കാനാവുകയില്ല. നമ്മുടെ നിസ്കാരങ്ങളിൽ കുറവുണ്ടാവും, പോരായ്മകളുണ്ടാവും. ആ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തവസ്സുലാണ്, ഇടതേട്ടമാണ് യഥാർത്ഥത്തിൽ ഫാത്തിഹ സൂറത്തിലൂടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പല അർത്ഥങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ അവിടെ പറഞ്ഞത് കാണും, എന്റെ നിസ്കാരത്തിന് കുറവുണ്ട്, ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരങ്ങൾക്ക് കുറവുണ്ട്, ഞാൻ നിർവഹിക്കുന്ന നിസ്കാരത്തിന് കുറവുണ്ട്. ഞാൻ എന്നല്ലല്ലോ ഫാത്തിഹയിൽ പറയുന്നത്. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഇമാമും ജമാഅത്തുമായി കൂട്ടമായി നിസ്കരിക്കുകയാണെങ്കിലും എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ദുആ ചെയ്യുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് തന്നെയാണ്. ഞങ്ങളെ നീ നേരായ വഴിക്ക് ചേർക്കണം, ഞങ്ങളെ മഹാന്മാരോടൊന്നിച്ച് ചേർക്കണം. ഒറ്റക്കൊരാൾ നിസ്കരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ദുആ ചെയ്യണം, കൂട്ടമായി നിസ്കരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ദുആ ചെയ്യണം. എന്നെ ചേർക്കണം, എന്നെ സന്മാർഗത്തിലാക്കണം, എന്നെ മഹാന്മാരോടൊന്ന് ഒന്നിച്ച് ചേർക്കണം എന്നല്ല ആരും ദുആ ചെയ്യാറുള്ളത്. ഞങ്ങളെ ചേർക്കണം, ഞങ്ങളെ കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അവിടെ ഒരു തവസ്സുലുണ്ട്. എന്റെ നിസ്കാരത്തിന് കുറവുണ്ടെങ്കിലും എന്റെ ആരാധനകൾക്ക് കുറവുണ്ടെങ്കിലും കുറവില്ലാത്ത വിധം ആരാധനകൾ നിർവഹിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ ഇവിടെ ഉണ്ട്. അവരുടെ നിസ്കാരത്തിന് കുറവില്ല, അവരുടെ ആരാധനകൾക്ക് കുറവില്ല. അതുകൊണ്ട് കുറവില്ലാത്ത അവരുടെ ആരാധനകളുടെ ചുരുളുകളിൽ എന്റെ കുറവുള്ള ആരാധന കൂടി ഉൾപ്പെടുത്തി എന്നെ തട്ടാതെ എന്നെ തള്ളാതെ നീ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഫാത്തിഹ സൂറത്ത് ഉൾക്കൊള്ളുന്നതെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ സഹോദരങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ മഹാന്മാരുടെ അവരെ തവസ്സുലാക്കി അവരുടെ പ്രീതി സമ്പാദിച്ച് അവരോടൊപ്പം നിന്ന് അവരുടെ പൊരുത്തം സമ്പാദിച്ച് അങ്ങനെ മാത്രമേ സാധുക്കളായ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് അന്ത മഅമൻ അഹബ്ബ, നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പം, നീ ബഹുമാനിച്ചവരോടൊപ്പം, നീ ആദരിച്ചവരോടൊപ്പം, നീ സ്നേഹിച്ചവരോടൊപ്പം നീ നാളെ പരലോകത്തുമുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അതാണ്. അതേസമയം ഇത്തരം മജ്ലിസുകളിൽ നിന്ന് മാറി നിന്നു, അതിനെ പുച്ഛത്തോടെ സമീപിച്ചു, മഹാന്മാരോട് നിന്ദ, മഹത്തുക്കളോട് ബഹുമാനക്കുറവ്, അനാദരവ് അത് പുലർത്തുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം. എണ്ണം കുറവാണെങ്കിലും അവരുടെ പ്രചാരണവും പ്രചാരണ ഉപാധികളും അത് വളരെയേറെ നമുക്ക് നാടുകളിൽ കാണാൻ പറ്റും. അവർക്ക് മഹാന്മാരോട് നിന്ദയാണ്,
അനാദരവാണ്. മുഹിയുദ്ദീൻ ശേഖരെ പറഞ്ഞാൽ, ബദരീങ്ങളെ പറഞ്ഞാൽ, അതുപോലുള്ള മഹത്തുക്കളൊക്കെ പറഞ്ഞാൽ അവര് പുറംതിരിഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ പുച്ഛത്തോടെ ചിറികോട്ടി അവര് സംസാരിക്കും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിന്റെ ഒരു മറുവശമുണ്ട്. നീ ഇഷ്ടപ്പെടാത്ത മഹാന്മാരെ ഇഷ്ടപ്പെടാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, അവരെ ബഹുമാനിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, അവരെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, തീർച്ചയായും നാളെ പാരത്രിക ലോകത്ത് അവരുടെ തുണയും അവരുടെ സഹായവും അവരുടെ സാമീപ്യവും നിനക്ക് ലഭ്യമാവുകയില്ല എന്ന ഈ ഹദീസിന്റെ ഒരു മറുവശമുണ്ട്. ആ മറുവശം തീർച്ചയായും മഹത്തുക്കളെ ബഹുമാനിക്കാത്ത, മഹാന്മാരോട് ആദരവ് പുലർത്താത്ത, അവരെ പുച്ഛത്തോടെയും അവഗണനയോടെയും സമീപിക്കുന്ന ആളുകൾക്ക് പാഠമാകണം എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല മഹബ്ബത്ത് ഒരു അമലാണ്. മഹബ്ബത്ത് എന്ന് പറയുന്നത്, മഹാന്മാരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതൊരു വലിയ അമലാണ്. മഴ ഇനിയും മഴ വരികയാണെങ്കിൽ എന്താ കുഞ്ഞാവാജി അല്ല ഇൻഷാ അല്ലാഹ് മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. നിങ്ങളൊക്കെ ദിക്റും സ്വലാത്തൊക്കെ ചെല്ലുന്ന ആൾക്കാരാണ്. തങ്ങൾ വന്ന് നമ്മളെ പരിപാടി കഴിയുന്നത് വരെ മഴ ഒന്ന് നിന്ന് കിട്ടാൻ ദ്വാർക്കണം. എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി, അല്ലാഹ് കബൂൽ ചെയ്യും. പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ കടന്നിരിക്കണം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വളരെ താമസിയാതെ തന്നെ നമ്മുടെ സദസ്സിൽ എത്തിച്ചേരും. തങ്ങൾ വരുമ്പോൾ നല്ല ഒരു മജ്ലിസ് തങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. മഴയുടെ ലക്ഷണമോ ക്ഷീണമോ ഒന്നും തോന്നാത്ത രീതിയിലുള്ള നല്ല ഒരു മജ്ലിസ് നമ്മുടെ സദസ്സിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പുറത്ത് ആ മുറ്റത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഒക്കെ കസേരയിലേക്ക് വന്നിരിക്കണം. ചെറിയ നനവ് കസേരയിൽ ഉണ്ടെങ്കിൽ അത് കുട്ടികൾ തുടച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിവാക്കി തരും. അതുകൊണ്ട് എല്ലാ ആളുകളും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഒക്കെ മുന്നോട്ട് വന്നിരുന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരുമ്പോൾ നമ്മുടെ സദസ്സ് നല്ല ഭംഗിയുള്ള സദസ്സായിരിക്കണം. അതും മഹബ്ബത്തിന്റെ ഭാഗമാണ്. എങ്ങനെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ നിന്ന് ഒരു തുള്ളി മഴ കൊള്ളുന്നത് പേടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കയറി നിന്ന്, പിന്നെ മജ്മഅന്റെ ഈ മൈതാനത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എത്ര ആൾ കൂടിയാലും വരാന്തയിലും പള്ളിയുടെ വരാന്തയിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആളെ കാണൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാന്തയിലും മറ്റൊക്കെ കയറിയിരിക്കുന്ന ആളുകൾ സദസ്സിലേക്ക് കടന്നു വരണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ മജ്ലിസിൽ ബറക്കത്ത് ചെയ്യും. അല്ലാഹുവിന്റെ മഹാന്മാരായ മലായിക്കത്ത് ദിക്ർ ചൊല്ലുന്ന സദസ്സിൽ മഹത്തുക്കളുടെ മദ്ഹ് പറയുന്ന സദസ്സിൽ തീർച്ചയായും മഹാന്മാരായ മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ടാകും, സംശയം വേണ്ട. അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഇമാം ബുഖാരി തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ ചൊല്ലുന്ന ദിക്റിനെ കുറിച്ച്, നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിനെ കുറിച്ച് അല്ലാഹു തആലാക്ക് അപ്പപ്പോൾ വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ മലായിക്കത്തുകളുടെ സാന്നിധ്യം, മലക്കുകളുടെ സാന്നിധ്യം തീർച്ചയായും നമ്മുടെ മജ്ലിസിൽ ഉണ്ടാകും. ആ നിലക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട മജ്ലിസുകളിൽ അല്ലാഹു നമ്മുടെ മജ്ലിസും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ദുആ ചെയ്യുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ മജ്ലിസ് പള്ളിയിലേക്ക് മാറ്റിയാലോ എന്ന ഒരു സംശയത്തോടെയാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോ അത് വേണ്ടെന്ന് തോന്നുന്നു. മജ്ലിസ് നല്ല റാഹത്തുള്ള മജ്ലിസാണ്. ഇനി പള്ളിയിലേക്ക് മാറ്റുമ്പോൾ കുറെ സമയമെടുക്കും, നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും. ഇൻഷാ അല്ലാഹ് അടുത്ത മജ്ലിസ് മുതൽക്ക് നമുക്ക് നല്ല സൗകര്യത്തോടുകൂടെ സ്ഥിരമായ പന്തൽ ഇൻഷാ അല്ലാഹ് അടുത്ത മജ്ലിസിന് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും വളരെ താമസിയാതെ തന്നെ നമുക്ക് സ്ഥിരമായ പന്തൽ ഉണ്ടാകണം. ഇപ്പൊ നിങ്ങളിരിക്കുന്ന കസേര, ആ കസേര 250 കസേര നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന, ഈ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ നമുക്ക് സ്വതക്കയായി നൽകിയിട്ടുള്ളതാണ്. അതൊന്നും വാടകയ്ക്ക് എടുത്ത കസേരയല്ല, ഇന്ന് വാങ്ങിക്കൊണ്ടുവന്ന അദ്ദേഹം നമുക്ക് സംഭാവനയായി തന്നിട്ടുള്ള കസേരയാണ്. 250 കസേര, ആ കറുത്ത നിറത്തിൽ കാണുന്ന കസേരകളൊക്കെ സംഭാവനയായിട്ട് തന്നിട്ടുള്ളതാണ്. 375 രൂപയാണ് അത് ഒരു കസേരയുടെ വില. അങ്ങനെ 250 കസേര അദ്ദേഹം നമുക്ക് ഇപ്പോൾ തന്നു.
ഇൻഷാ അല്ലാ 250 കസേര കൂടി കുറച്ച് കഴിഞ്ഞതിന് ശേഷം തരാമെന്ന് അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്. അതേപോലെ ഈ സ്റ്റേജിൽ കാണുന്ന വലിയ കസേരകൾ, ഇതും കഴിഞ്ഞ തവണ നമ്മൾ വാടകയ്ക്കെടുത്തതാണ്. പക്ഷെ ഇപ്പോ ഈ സ്റ്റേജിൽ കാണുന്ന കസേരകൾ അദ്ദേഹം തന്നെ നമുക്ക് സ്വതക്ക നൽകിയിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാ ഇനി എല്ലാവരും ആണ് വിചാരിച്ചാൽ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആണ് വിചാരിച്ചാൽ, അടുത്ത മാസത്തോടുകൂടെ നമുക്കെല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കസേര തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇൻഷാ അല്ലാ തങ്ങളത് സൂചിപ്പിക്കും. ഒരു കസേര ഒരാൾ സംഭാവന ചെയ്താൽ തന്നെ ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ സദസ്സിൽ ആവശ്യമായ കസേരകൾ ഉണ്ടാകും. നല്ല കൈയുള്ള, ഇരിക്കാൻ സൗകര്യമുള്ള കസേരക്ക് 375 രൂപ മാത്രമേ വിലയുള്ളൂ. അപ്പൊ അടുത്ത മാസം നമ്മുടെ സ്വലാത്തിന് മജ്ലിസിലേക്ക് വരുന്ന എല്ലാ ആളുകളും ഒരാൾ ഒരു കസേര, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒരു കസേര 375 രൂപ നമ്മൾ സ്വതക്ക ചെയ്താൽ അതൊരു ജാരിയായ സ്വതക്ക പോലെ, നിലനിൽക്കുന്ന ഒരു സ്വതക്ക പോലെ, ആ കസേരയിൽ ഇരുന്ന് നമ്മുടെ ദിക്റും സ്വലാത്തും, നമ്മുടെ ഈ മജ്ലിസ് മാത്രമല്ല, മജ്മയിൽ ഒരുപാട് മജ്ലിസുകൾ വേറെയും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും പങ്കെടുക്കുന്ന ധാരാളം സദസ്സുകൾ വേറെയും നടക്കാനുണ്ട്. ആ സദസ്സുകളിലൊക്കെ ഇത് വിരിച്ച് അതിലിട്ട് റസൂലുള്ളാന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു ഫാത്തിഹ ഓതിയാൽ അതിന്റെ ഒരു മിസ്ലു സവാബ് ആ കസേര സംഭാവന ചെയ്ത ആളുകൾക്കും കിട്ടും. 375 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ മാസത്തിൽ മൊബൈലിൽ കയറ്റുന്ന പൈസ എത്രയാണ്? മൊബൈലിൽ റീചാർജ് ചെയ്യുന്ന പൈസ മാസത്തിൽ എത്രയാണെന്ന് ഓരോരുത്തർക്കും അറിയാം. അതുപോലെ നാനാവിധേന നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന പൈസയുടെ കണക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ അങ്ങനെ പോവുകയാണ്. അതേ സമയത്ത് ഇതിലേക്ക് ഒരു കസേര, അത് ഈ 10 ആള്, ഒരാള് 10 കസേര അല്ലെങ്കിൽ ഒരാൾ 100 കസേര, അങ്ങനെ ഈ സദസ്സിൽ നിന്ന് പറഞ്ഞ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ പൊരുത്തപ്പെട്ട് സന്തോഷത്തോടുകൂടെ അടുത്ത മാസം വരുന്ന സമയത്ത് എന്റെ വക ബായാർ തങ്ങളുടെ ബദർ മജ്ലിസിലേക്ക് ഒരു കസേര എന്ന് നിയ്യത്ത് ചെയ്ത് 375 ഉറുപ്പിക ആ കൗണ്ടറിൽ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അതിന്റെ തൊട്ട മാസം നിങ്ങൾ വരുമ്പോഴേക്ക് നിങ്ങളുടെ കസേരകൾ നിങ്ങൾ തന്ന പൈസക്ക് വാങ്ങിയ കസേരയിൽ തന്നെ നമുക്കൊക്കെ ഇരുന്ന് ഈ മജ്ലിസിൽ പങ്കെടുക്കുവാൻ സാധിക്കും. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇന്ന് ഈ മജ്ലിസിലേക്ക് 1,00,000 രൂപ നമ്മുടെ കോട്ടക്കൽ VH ഹുസൈൻ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ അവിൽ മിൽക്ക് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ചെങ്കട്ടിയിലുള്ള അവിൽ മിൽക്കിന്റെ ഉടമ VH ഹുസൈൻ, അദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഈ സദസ്സിലേക്ക് 1,00,000 രൂപ സ്വതക്ക നൽകി. അദ്ദേഹത്തിന്റെ കുടുംബവും എല്ലാവരും ഈ മജ്ലിസിലുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്നതിന് ശേഷം ഈ മജ്ലിസിൽ വെച്ച് പ്രത്യേകം അവർക്ക് വേണ്ടി അവരുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുന്നതിന് വേണ്ടി ദുആ ഉണ്ടാകും. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ സ്വതക്ക കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ കച്ചവടങ്ങളിലും സംരംഭങ്ങളിലും അല്ലാഹു ബറക്കത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അതേപോലെ ഒരു സഹോദരി ഹഫ്സത്ത് എന്ന ഒരു സഹോദരി 2 സ്വർണവളകൾ ഈ മജ്ലിസിലേക്ക് സ്വതക്ക ചെയ്തിട്ടുണ്ട്. ആ സഹോദരിയുടെ ഒരു അസുഖം, എരണി എന്ന് പറയുന്ന ഒരു അസുഖത്തിന് വേണ്ടി ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ ഇല്ലാതെ ഒരുപക്ഷെ സുഖമാകണം. ഓപ്പറേഷൻ വേണമെങ്കിൽ അത് പേടിയില്ലാതെ, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായി കിട്ടണം. അതിനുവേണ്ടി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് 2 സ്വർണവളകൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഈ മജ്ലിസിലേക്ക്, മജ്മഇലേക്ക് ആ സഹോദരി സ്വതക്ക ചെയ്ത് ആ വളകൾ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അതേപോലെ ധാരാളം സഹോദരങ്ങൾ വിവിധങ്ങളായ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വതക്ക നൽകിയവരുണ്ട്. നേർച്ചയാക്കി പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ ഇത്ര സംഖ്യ നേർച്ചയാക്കിയിട്ടുണ്ട്, എനിക്ക് ഈ മജ്ലിസിൽ വെച്ച് അത് മാറിക്കിട്ടണം, മാറിക്കിട്ടിയാൽ ഞാൻ ആ നേർച്ച സംഖ്യ മജ്ലിസിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ സ്വതക്ക നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി തങ്ങൾ വന്നതിന് ശേഷം പ്രത്യേകമായ ദുആ ഈ മജ്ലിസിൽ വെച്ച് ഉണ്ടാകും. നിങ്ങൾ ആത്മാർത്ഥമായി
അള്ളാഹു ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നാം പലപ്പോഴും പറയുന്നതും കേൾക്കുന്നതുമാണ്, കുറെ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടാവും. ആ ഔലിയാക്കളോടൊപ്പം ബഹുമാനപ്പെട്ട ഔലിയാക്കളോടൊപ്പം നമ്മൾ ആമീൻ പറയുമ്പോൾ ഔലിയാക്കളും നമ്മളോട് ഒരുമിച്ച് ആമീൻ പറയുമ്പോൾ തീർച്ചയായും അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കാൻ അത് കാരണമായി തീരും. അതുകൊണ്ടാണ് ഇത്തരം മജ്ലിസുകളിൽ വെച്ച് നമുക്ക് അങ്ങനെ ദുആക്ക് ഉത്തരം കിട്ടിയ ധാരാളം കഥകൾ, അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്നാള് നേർച്ചയാക്കി അയാൾക്ക് ഫലം കിട്ടി, ഇന്നാള് സ്വതക്ക ചെയ്തു അദ്ദേഹത്തിന് ഫലം കിട്ടി എന്ന് നമുക്ക് ഈ മജ്ലിസിൽ വെച്ച് പറയാൻ പറ്റുന്നത്. ഇത്രയും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ തീർച്ചയായും കുറെ ഔലിയാക്കൾ ഉണ്ടാവും. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊരുത്തപ്പെട്ട കൂട്ടര്, അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ സ്ഥാനമുള്ള കൂട്ടര്. അങ്ങനെ പ്രത്യേകമായ തൗഫീഖ് ലഭിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഅ്മിനീങ്ങൾക്കിടയിൽ ധാരാളം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായും ഉണ്ടാകും. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ആ മുഅ്മിനീങ്ങളോടൊപ്പം ഈ ഔലിയാക്കളും നേരത്തെ ഞാൻ സൂചിപ്പിച്ച മലക്കുകളും അവരെല്ലാവരും ഒരുമിച്ച് ആമീൻ പറയുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടും, നമ്മുടെ വിഷമങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടും. ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്, എന്താണിപ്പം ഞാൻ ദ്വാർന്നിട്ട് കാര്യം നടക്കാത്തത്, ഞാൻ എന്ത് തെറ്റ് റബ്ബിനോട് ചെയ്തത് എന്നൊക്കെ പൊറുതികേട് കാണിക്കുന്ന അല്ലെങ്കിൽ ബേജാറ് പ്രകടിപ്പിക്കുന്ന ചില ആളുകളെ കാണാം. അവർക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖളാഇനെ കുറിച്ചോ അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ദുആഇന്റെ സ്വഭാവത്തെക്കുറിച്ചോ ഒന്നും അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ചില പൊറുതികേടുകൾ പറയുന്നത്. ദുആ ചെയ്യുമ്പോൾ വളരെയേറെ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ പ്രതീക്ഷയുള്ളത് നേരത്തെ പറഞ്ഞ ഉത്തരം കിട്ടുന്ന മഹാന്മാരോടൊപ്പമാണ് നമ്മൾ ആമീൻ പറയുന്നത് എന്നതാണ്. ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അതില് ഒന്നാമത്തെ നിബന്ധന ആലിമീങ്ങൾ പറഞ്ഞിട്ടുള്ളത്, മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്, കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം എന്നതാണ്. കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടത്തുന്ന ദുആഇന് മാത്രമേ അല്ലാഹു തആല ഇജാബത്ത് തരുള്ളൂ എന്ന ആ ഒരൊറ്റ നിബന്ധന ആഴത്തിൽ പരിശോധിച്ചാൽ തന്നെ നമ്മുടെ ദുആ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് എന്തുമാത്രം അനുവദനീയമാണ്. ശുബ്ഹത്ത്, ഹറാമിന്റെ കലർപ്പില്ലാത്ത, പലിശയുമായി ബന്ധമില്ലാത്ത, അങ്ങനെ ശുദ്ധമായി ഇത് അനുവദനീയമാണ്, ഹലാലാണ് എന്ന് പറയാവുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഹലാലായ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആഇന് ഉത്തരം ലഭിക്കാൻ പ്രയാസമാണ്. അപ്പോ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കുക. അങ്ങനെ ഈ ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് തുറന്ന മനസ്സുമായിട്ട് അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹു തആല ഉത്തരം നൽകും. പിന്നെ നമ്മുടെ പ്രതീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഇപ്പൊ ഈ ഇരിക്കുന്ന കുട്ടികൾ, ധാരാളം കുട്ടികൾ, അവർക്ക് ദോഷം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളാ. ദോഷം എന്താണെന്ന് പോലും അറിയാത്ത ചെറിയ മക്കൾ, 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സുള്ള യതീം കുട്ടികളും ഹാഫിളീങ്ങളായ കുട്ടികളും തെറ്റെന്താണെന്ന് പോലും അവർക്കറിയില്ല. അങ്ങനത്തെ കുട്ടികൾ നിഷ്കളങ്കമായിട്ട് ആമീൻ പറയുമ്പോൾ പടച്ച റബ്ബ് സ്വീകരിക്കും. പിന്നെ ദുആഇന് ഉത്തരം കിട്ടുന്നത് പല രൂപത്തിലാണ്. അത് മനസ്സിലാക്കിയ ഒരു പ്രയാസമല്ല. എന്താപ്പം ഞാൻ എത്ര ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്തത്? ഞാൻ എന്താ ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് നരകിച്ച്, ഞാനൊന്നും റബ്ബിനോട് ചെയ്തിട്ടില്ലല്ലോ, അള്ളാഹിനോട് ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന സഹോദരങ്ങളുണ്ട്. അത് നമ്മുടെ ഈമാനിന്റെ ദൗർബല്യമാണ്, ഈമാനിന്റെ ബലക്കുറവാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകാൻ പാടില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അല്ലാഹു തആല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്.
നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം കാര്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹു തആല. നാം നമുക്ക് ഖൈറാണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഖൈറാകണം എന്നില്ല. നാം നമുക്ക് ശർറാണ്, തിന്മയാണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തിന്മയാകണം എന്നില്ല. അതെല്ലാം അറിയുന്നവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് പടച്ച റബ്ബ് അവന്റെ നിയന്ത്രണത്തിനും തീരുമാനത്തിനും വിധേയമായിട്ടാണ് നമ്മുടെ ദുആഇനും പ്രാർത്ഥനക്കുമൊക്കെ ഉത്തരം നൽകുന്നത്. 3 രൂപത്തിൽ ദുആഇന് ഉത്തരം നൽകപ്പെടാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ രൂപം നമ്മൾ ചോദിച്ചത് അങ്ങനെ തന്നെ തരിക എന്നതാണ്. നമ്മൾ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ തരിക. എത്രയോ അനുഭവങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്കും സ്റ്റേജിലുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഉണ്ടാകും. അല്ലാഹു തആലയോട് നമ്മൾ ചോദിച്ചത് അങ്ങനെ തന്നെ തന്ന എത്രയോ അനുഭവങ്ങൾ. ഹജ്ജിന് പോകാൻ വേണ്ടി തൗഫീഖിന് വേണ്ടി ഒറ്റക്കിരുന്ന് പടച്ച റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്ത് മുത്തുനബിന്റെ റൗള കാണാനും അവിടത്തോടൊന്ന് സലാം പറയാനും മദീനയിൽ പോയി ആ മനോഹരമായ പച്ചക്കുബ്ബയിൽ നോക്കി നിൽക്കാനും മനസ്സ് നിറഞ്ഞ ആഗ്രഹത്തോടുകൂടെ പടച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞിട്ട് ആ ഹജ്ജിന് പോകാൻ തൗഫീഖ് ലഭിച്ച, സാമ്പത്തികമായി ഒരുപക്ഷെ പോകാൻ പ്രതീക്ഷയില്ലാത്ത, സാമ്പത്തികമായി നോക്കുമ്പോൾ പോകാൻ പ്രതീക്ഷയില്ലാത്ത, അതുപോലെ ആരോഗ്യപരമായി നോക്കുമ്പോൾ പോകാൻ സാധിക്കുമെന്ന് തോന്നാത്ത എത്രയോ സഹോദരങ്ങൾ ഞാൻ 5 നേരം നിസ്കരിക്കുന്ന പരിശുദ്ധ കഅബാലയം മരിക്കുന്നതിന് മുമ്പ് കാണണം, ഞാൻ തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബാലയം കണ്ടിട്ട് എനിക്ക് മരിക്കണം എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയും ഖബർ ഷരീഫും മദീനയും എനിക്ക് മനം നിറയെ കാണണം, സലാം പറയണം, സിയാറത്ത് ചെയ്യണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ദുആ ചെയ്ത് എത്ര ആളുകൾക്ക് അതിന് അവസരം ലഭിച്ചു. പടച്ച റബ്ബ് നമ്മൾ ചോദിച്ചത് അങ്ങനെ തന്നെ തരുന്ന എത്രയോ അനുഭവങ്ങൾ. മക്കളെ ചോദിച്ചവർക്ക് മക്കൾ, അതുപോലെ തന്നെ ആൺമക്കളെ ചോദിച്ചവർക്ക് ആൺമക്കൾ, പെൺകുട്ടികളെ ചോദിച്ചവർക്ക് പെൺകുട്ടികൾ, സമ്പത്ത് ചോദിച്ചവർക്ക് അത്, കച്ചവടം ചോദിച്ചവർക്ക് അത്, അങ്ങനെ തുടങ്ങി നമ്മൾ ചോദിച്ചതൊക്കെ അങ്ങനെ തന്നെ തരുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഒരു രൂപമുണ്ട് ദുആഇന്റെ ഇജാബത്തിന്. ചോദിച്ചത് കിട്ടിക്കൊള്ളണമെന്നില്ല, ചോദിച്ചതിനേക്കാൾ ഖൈറായതായിരിക്കും കിട്ടുക. ചോദിച്ചതിനേക്കാൾ ഖൈറ് ഏത് എന്ന് തീരുമാനിക്കാൻ നമ്മേക്കാൾ കൂടുതൽ അല്ലാഹുവിനാണ് സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഖൈറ്, ഏതാണ് നന്മ എന്ന് തീരുമാനിക്കാൻ നമ്മേക്കാൾ കൂടുതൽ കഴിവുള്ളവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് അല്ലാഹുവിനോട് നാം ദുആ ചെയ്യുമ്പോൾ ചിലപ്പോ നമ്മൾ ചോദിച്ചത് അങ്ങനെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല, ചോദിച്ചതിനേക്കാൾ ഖൈറായത് റബ്ബ് തരും. ഇതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, ചോദിച്ചത് കിട്ടിയില്ല, ചോദിച്ചതിനേക്കാൾ ഖൈറ് എന്ന് പറയുന്നതും കിട്ടിയില്ല എങ്കിൽ പിന്നെ മൂന്നാമത്തെ ഒരു രൂപമുണ്ട്. ദുആ ഇബാദത്താണ്. നമ്മൾ എത്ര ദുആ ചെയ്താലും ആ ദുആ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ, സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ, സുന്നത്ത് നോമ്പെടുക്കുന്നത് പോലെ, ദിക്റും സ്വലാത്തും ചൊല്ലുന്നത് പോലെ അത് ഇബാദത്താണ്, റബ്ബിനുള്ള ആരാധനയാണ്. അതുകൊണ്ട് ആ ആരാധനക്ക് അല്ലാഹു തആല നാളെ ആഖിറത്തിൽ പ്രതിഫലം തരും. അപ്പൊ ദുആ നടത്തുന്ന ആള് ഒരിക്കലും പാഴായി പോവുകയില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആള് ഒരിക്കലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം പാഴായി പോവുകയില്ല. ഒരുപക്ഷെ ദുനിയാവിൽ ചോദിച്ചത് കിട്ടും, ആഖിറത്തിൽ അതിന് പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ ചോദിച്ചതിനേക്കാൾ ഖൈറ് കിട്ടും. രണ്ടും കിട്ടിയില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഈ ദുആ എന്ന ഇബാദത്തിന് അല്ലാഹു തആല നമുക്ക് പ്രതിഫലം തരും. ഒന്നുമില്ലാതെ പാഴാക്കപ്പെടുന്ന ഒരു സാഹചര്യം ദുആ നടത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് കൂട്ടമായി മജ്ലിസിൽ വെച്ചാണെങ്കിലും നിസ്കാരത്തിന് ശേഷമാണെങ്കിലും ഒറ്റക്കാണെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്യുന്ന സമയത്ത് ലാ തഖനതു മിൻ റഹ്മത്തില്ലാ എന്ന് പടച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ നിരാശരാകാൻ പാടില്ല. ചോദിച്ചുകൊണ്ടിരിക്കുക, റഹ്മത്തിനെ തൊട്ട് നിരാശ വേണ്ട. റബ്ബിന് ഏത് സമയത്തും നമ്മെ കടാക്ഷിക്കുവാനും നമുക്ക് റഹ്മത്ത് ചെയ്യുവാനും റബ്ബിന് ഏത് സമയത്തും സാധിക്കും, ഏത് നിമിഷത്തിലും സാധിക്കും. അതുകൊണ്ട് ആ റബ്ബിനോട് നിരാശ വരാതെ, എന്തേപ്പോ എന്റെ കാര്യത്തിൽ അങ്ങനെയായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള നിരാശയുടെ ശബ്ദം, ഞാനൊന്നും പടച്ചവനോട് ചെയ്തിട്ടില്ലല്ലോ,
തെറ്റായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താണ് ഞാനും എന്റെ കുട്ടികളും ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് എന്ന ഒരു നിരാശയുടെ അല്ലെങ്കിൽ ഖളായിൽ വിശ്വാസമില്ലാത്ത ഒരു തരം സംശയത്തിന്റെ സംസാരങ്ങളും പ്രതികരണങ്ങളും ഒരു മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിൽ തവക്കുലാക്കി, അള്ളാഹു ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കും, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഒരു പരീക്ഷണമാണ്, ആ പരീക്ഷണത്തിൽ നിന്ന് തീർച്ചയായും എനിക്ക് മോചനമുണ്ടാകും എന്ന് റബ്ബിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ മുന്നോട്ട് പോകണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ അടയാളം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച മഹാന്മാരോടൊന്നിച്ചുള്ള സഹവാസം, മഹാന്മാരോടൊന്നിച്ചുള്ള മഹബത്ത്, അതോടൊപ്പം അള്ളാഹുവിലുള്ള തവക്കുല്, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശ വരാതെ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു നമ്മളെ സ്വീകരിക്കും, അള്ളാഹു തആല നമ്മളെ പൊരുത്തപ്പെടും. അങ്ങനെ പൊരുത്തപ്പെടുന്ന അള്ളാഹു സ്വീകരിക്കുന്ന മഹത്തുക്കളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ, ആമീൻ എന്ന് ഈ മജ്ലിസിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇപ്പോ നമ്മൾ പത്രങ്ങൾ വായിക്കും, ദൃശ്യമാധ്യമങ്ങളിലും ശ്രാവ്യമാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിയുള്ള, വളരെ ഭയപ്പെടുത്തുന്ന, സമാധാനം കെടുത്തിക്കളയുന്ന കാര്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ ഞങ്ങൾ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട മർഹൂം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഞങ്ങൾ സഖാഫികളുടെ ഒക്കെ ഉസ്താദാണ്. അല്ലാഹു തആല ആഖിറത്തിൽ അദ്ദേഹത്തിന്റെ ദറജ, ഉസ്താദ് അവരുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ മർക്കസിൽ വെച്ച് ഉസ്താദ് പറയാറുണ്ട്, അന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ആർക്കും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് ആവർത്തിച്ച് പറയും, ബിദ്അത്ത് വന്നാൽ, പുത്തൻവാദം വന്നാൽ ലോകത്ത് തീവ്രവാദം വർദ്ധിക്കും, തീവ്രവാദവും ഭീകരവാദവും ലോകത്ത് വർദ്ധിക്കും. അങ്ങനെ തീവ്രവാദവും ഭീകരവാദവും ലോകത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇസ്ലാം ഒരു ഭീകര പ്രസ്ഥാനമാണ്, ഇസ്ലാം ഒരു തീവ്രവാദി പ്രസ്ഥാനമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഇസ്ലാമിന്റെ ദഅവത്തും പ്രബോധന പ്രവർത്തനങ്ങളും തന്നെ നിലച്ചു പോകുന്ന സാഹചര്യം ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിത്തീരും. അതുകൊണ്ട് ബിദ്അത്തിനെ നിങ്ങൾ പ്രതിരോധിക്കണം, ബിദ്അത്തിനെ നിങ്ങൾ തടുക്കണം, പുത്തൻവാദം വളരാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സഖാഫികളുടെ ക്ലാസ്സിലാണെങ്കിലും അവർക്ക് ദർസ് നടത്തുന്ന സമയത്താണെങ്കിലും മറ്റേതെങ്കിലും ഒരു പൊതുയോഗമോ മറ്റോ നടക്കുന്ന സമയമാണെങ്കിലും അവിടെ ഒക്കെ ഉസ്താദ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്, നിങ്ങൾ ബിദ്അത്തിനെ പ്രതിരോധിക്കണം. ബിദ്അത്തിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നാടിന് നാശമാണ്, നമ്മുടെ കേരളത്തിന് നാശമാണ്, ഇസ്ലാമിന് നാശമാണ്, മുസ്ലിമീങ്ങൾക്ക് നാശമാണ് എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയും. ഞങ്ങളത് കേൾക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചു പോവും, പടച്ചവനെ എങ്ങനെയാണ് ഇപ്പൊ ബിദ്അത്ത് കുഴപ്പം തന്നെയാണ്, ബിദ്അത്ത് വലിയ നാശമാണ്, അതൊക്കെ അറിയാം, അത് ഖുർആനിലും സുന്നത്തിലൊക്കെ വന്നതാണ്. പക്ഷേ ഈ തീവ്രവാദവും ഭീകരവാദവും അത് കാരണം ഉണ്ടായിത്തീരും. അങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്ലാമിന്റെ ശത്രു രാജ്യങ്ങളും ഒക്കെ ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കുവാനുമുള്ള കാരണമായി തീരും അത് എന്ന് ആ കാലത്ത് ചിന്തിച്ചപ്പോ, ഈ ക്ലാസും ദർസുമൊക്കെ കേട്ടപ്പോ അന്ന് ഞങ്ങൾക്ക് അത് മനസ്സിലായിരുന്നില്ല. ഇപ്പോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രവാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും എല്ലാം ശ്രദ്ധിച്ചാൽ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് മർഹൂം മഹാനവറുകൾ നടത്തിയ ആ പ്രവചനം അത് നമ്മുടെ നാട്ടിൽ ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു മജ്ലിസിൽ ധാരാളം കാരണവന്മാരും രക്ഷിതാക്കളും സഹോദരിമാരും ഒക്കെ ഒരുമിച്ച് കൂടിയ ഒരു മജ്ലിസ് എന്ന നിലയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ
ഇസ്ലാമിനെ ദുരുപയോഗപ്പെടുത്തി ഇസ്ലാമിന്റെ ചിഹ്നമായ ദാടിയും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായ മറ്റ് അടയാളങ്ങളും അത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തോന്നിവാസം ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചെറുപ്പക്കാരിൽ വളരെ വളരെ ന്യൂനപക്ഷമാണ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഈ കുറച്ച് ആളുകൾക്ക് നമ്മുടെ പത്രങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കവറേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാതൃഭൂമിയും അതുപോലുള്ള വലിയ വലിയ പത്രങ്ങളൊക്കെ എടുത്തു മറിച്ചു നോക്കിയാൽ ആ പത്രങ്ങളിലൊക്കെ കോളങ്ങളോളം പേജുകളോളം ദിവസങ്ങളായി ആഴ്ചകളായി ഈ വാർത്തകൾ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് വായിക്കുന്ന ആളുകൾക്ക് തോന്നുക കേരളത്തിലെ എല്ലാ മുസ്ലിം ചെറുപ്പക്കാരും ഇപ്പോ ഇറാനിലോ അല്ലെങ്കിൽ സിറിയയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കേന്ദ്രങ്ങളിലോ കേരളത്തിലെ മൊത്തം മുസ്ലിം ചെറുപ്പക്കാർ ഇപ്പോൾ അവിടേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. എല്ലാവരും തീവ്രവാദത്തിലും ഭീകരവാദത്തിലും IS-ലും ഒക്കെ കുടുങ്ങിപ്പോയിരിക്കുന്നു എന്ന് വായിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന രൂപത്തിൽ പരത്തി വിശദമായി വിശാലമായി പേജുകളോളം കോളങ്ങളോളം ദിവസങ്ങളായി മാസങ്ങളായി ഒരു ക്യാമ്പയിൻ പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും. സാമൂഹിക മാധ്യമങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല. അതില് ഇത് തന്നെയാണ് ചർച്ച. മുസ്ലിം ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിപ്പോയിരിക്കുന്നു, മുസ്ലിം ചെറുപ്പക്കാരൊക്കെ തീവ്രവാദികളായി മാറിയിരിക്കുന്നു, മുസ്ലിം ചെറുപ്പക്കാരൊക്കെ ഭീകരവാദത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് അത് ഭീകരവാദത്തിന്റെ മതമാണ്, തീവ്രവാദത്തിന്റെ മതമാണ്, അപകടകാരികളാണ് മുസ്ലിമീങ്ങൾ എന്ന ചിന്തയും ആലോചനയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീകര മുഖവും ഇസ്ലാമിനെ ചാർത്തിക്കൊടുക്കുന്ന രൂപത്തിൽ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിൽ കാരണം? യഥാർത്ഥത്തിൽ കാരണം മുസ്ലിമീങ്ങൾക്ക് വളരെ മുമ്പ് സംഭവിച്ച ഒരു അബദ്ധമാണ്. അതാണ് മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് ദർസിലും ക്ലാസ്സിലും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. മുസ്ലിമീങ്ങൾ ബിദ്അത്തിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാം ഒന്നാകെ തീവ്രവാദവും ഭീകരവാദവുമായി മുദ്ര കുത്തപ്പെടുന്ന സാഹചര്യമുണ്ടാകും എന്ന അന്നത്തെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ നേതാക്കളും പണ്ഡിതന്മാരും മുസ്ലിമീങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ് ചില ആളുകൾ അവഗണിച്ചു. അവര് പറയുന്നതും ഖുർആനല്ലേ, അവര് പറയുന്നതും സുന്നത്ത് തന്നെയല്ലേ, അവരും നിസ്കരിക്കുന്നുണ്ടല്ലോ, അവരും ഖുർആൻ ഓതുന്നുണ്ടല്ലോ എന്ന് ഒരു ലാഘവത്തോടുകൂടെ ബിദ്അത്തിനെ സമീപിക്കാൻ ചില ആളുകൾ ശ്രമിച്ചതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സംഘടനകൾ നിരീക്ഷണത്തിലാണ്, നമ്മുടെ സ്ഥാപനങ്ങൾ നിരീക്ഷണത്തിലാണ്, നമ്മുടെ പണ്ഡിതന്മാർ നിരീക്ഷണത്തിലാണ്. കുറച്ച് അല്പം മുമ്പ് നമ്മുടെ യതീംഖാനകൾ പോലും പാവപ്പെട്ട കുട്ടികളെ, യതീം കുട്ടികളെ പോറ്റി അവർക്ക് ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നേരായ വഴിക്ക് ദീനിന്റെ ഉലൂമ് പഠിപ്പിച്ച് എല്ലാം സൗജന്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മജ്മഅ പോലുള്ള സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ വരെ പരിശോധന വന്നു. ആ സ്ഥാപനങ്ങളിൽ വരെ ഉദ്യോഗസ്ഥന്മാർ കയറി വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് എല്ലാം നിരീക്ഷിച്ച് എല്ലാം നിരീക്ഷണത്തിൽ കൊണ്ടുവന്ന് എല്ലാറ്റിനും കുറെ നിയമങ്ങളും ചട്ടങ്ങളും കുരുക്കുകളുമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റിനെയും അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവരെയും ചിന്തിപ്പിക്കുവാൻ വാസ്തവത്തിൽ കാരണമായി തീർന്നത് ഈ വളരെ കുറച്ചുള്ള ഈ ആളുകളുടെ തോന്നിവാസം കൊണ്ടാണ്. ഇന്നിപ്പോ എന്താ കേരളത്തിലെ സ്ഥിതി? അല്പം താടി വെച്ച് ഒരു തൊപ്പി വെച്ച് ഒരു മുസ്ലിം വേഷവിധാനം സ്വീകരിച്ച ഒരു ചെറുപ്പക്കാരനെ അവനെ ബസ്സിലോ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ വിമാനത്താവളത്തിലോ കണ്ടാൽ 2 കണ്ണുകൊണ്ട് നോക്കുന്നതിന് പകരം നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് അവരെ 4 കണ്ണുകൊണ്ട് പരിശോധിക്കും. അത് കേരളത്തിലെ സ്ഥിതിയാണ്, ഇന്ത്യയിലെ സ്ഥിതിയാണ്. ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും പുറത്തുപോയാൽ മുസ്ലിം വേഷം വേണമെന്നില്ല, താടി വേണമെന്നില്ല,
മറ്റ് വേഷവിധാനങ്ങളൊന്നും ആവശ്യമല്ല. അവന്റെ പേര് മുസ്ലിം പേരാണെങ്കിൽ, ഒരു മുസ്ലിം പേരാണെങ്കിൽ ആ മുസ്ലിം പേരുള്ള വ്യക്തിക്ക് വിസ നിഷേധിക്കപ്പെടുന്ന, അവന്റെ പാസ്പോർട്ട് കണ്ടുകെട്ടപ്പെടുന്ന, അവനെ തടവിലിടപ്പെടുന്ന, അവന് രാജ്യത്തേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് വിസ ലഭിക്കാത്ത സാഹചര്യങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലും മറുനാട്ടിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സങ്കടകരമായ വാർത്ത നമ്മൾ അടുത്ത കാലത്ത് കേട്ടു. മദീനയിൽ മുത്തുനബിയുടെ ചാരത്ത് ബോംബ് പൊട്ടി. മദീനത്തെ പള്ളിയുടെ പരിസരത്ത് ആ കാമ്പൗണ്ടിൽ ബോംബ് പൊട്ടി. ഏറ്റവും സുരക്ഷിതമെന്ന് മുസ്ലിമീങ്ങൾ കരുതുന്ന, അല്ലെങ്കിൽ അത്രയും മുസ്ലിമീങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയി പടക്കം പൊട്ടിക്കുവാൻ സഹോദരങ്ങളെ ഇവർക്ക് ധൈര്യം കൊടുത്തതാരാണ്? ഇവർ ഉൾക്കൊണ്ട ബിദ്അത്താണ്. ഇപ്പൊ പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചില്ലേ? തീവ്രവാദവും ഭീകരവാദവും സ്വീകരിക്കുന്ന ആളുകൾ അവർ ഉൾക്കൊള്ളുന്ന ബിദ്അത്തും പുത്തൻവാദങ്ങളും അത് ഖുർആൻ അനുസരിച്ച് ആണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പത്രങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നു. തീവ്രവാദം പഠിച്ചത് എവിടുന്ന? ഖുർആനിൽ നിന്ന്. ഭീകരവാദം പഠിച്ചത് എവിടുന്ന? ഖുർആനിൽ നിന്ന്. എന്തിനാണ് ഞങ്ങൾ സിറിയയിലേക്ക് പോയത്? സിറിയയിലേക്ക് ഞങ്ങൾ പോകാനുള്ള കാരണം എന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്ന മറുപടി, ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ് ഞങ്ങൾ സിറിയയിൽ പോയത്, ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ് ഞങ്ങൾ നാട് വിട്ടത് എന്ന് പറയുന്ന മഹാമണ്ഡത്തരങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ് അത് പർവ്വതീകരിച്ച് വലിയ വെണ്ടക്ക നിരത്തി നമ്മുടെ പത്രങ്ങൾ ആഘോഷമാക്കി. അങ്ങനെ ഇപ്പോ നമ്മുടെ കേരളത്തിലൊരു പുതിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് സാന്ദർഭികമായി പറയുന്ന ഒരു കാര്യം, നമ്മുടെ അനിയന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീട്ടിലുള്ള ചെറുപ്പക്കാരെ, കുടുംബങ്ങളിലുള്ള ചെറുപ്പക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ ബന്ധങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ കൂട്ടുകെട്ട് നമ്മൾ പരിശോധിക്കണം, അവരുടെ കൂട്ടുകെട്ട് നമ്മൾ അന്വേഷിക്കണം. അതൊക്കെ നല്ല വഴിക്ക് പൊയ്ക്കോളും. എന്റെ കുട്ടിയല്ലേ, അവനൊന്നും ചെയ്യൂല, എന്റെ അനിയനല്ലേ, അവൻ എവിടെയും പോയി പെടൂല എന്ന ആത്മവിശ്വാസം വിട്ടിട്ട് ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് എവിടെയാണവൻ, അവന്റെ കൂട്ടുകെട്ട് എവിടെയാണ്, അവൻ ആരുമായൊക്കെയാണ് ബന്ധം, അവൻ ആരുമായൊക്കെയാണ് വിളിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയുള്ള ഒരു അന്വേഷണവും പരിശോധനയും നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിലെങ്കിലും നമുക്കില്ലാതെ പോയാൽ സഹോദരങ്ങളെ, നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി പഴയ കാലത്ത് വഴിതെറ്റിച്ച രൂപം വേറൊരു കോലത്തിലാണ്. അന്ന് പറഞ്ഞിരുന്നത് മുത്തുനബിനെ വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ മുശ്രിക്കായി പോവും, കാഫിറായി പോവും. ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോവും. ഇങ്ങനെ തുടങ്ങിയുള്ള ചില കാര്യങ്ങൾ. അത് പിന്നെ മൂത്ത് സംസം വെള്ളം കുടിക്കാൻ പാടില്ല, കാരണം അവിടെ മറഞ്ഞ സഹായം തേടൽ വരുന്നുണ്ട്. സംസം വെള്ളം കുടിക്കണ എന്തിനാ? സംസം വെള്ളം കുടിക്കുന്ന അവിടുന്ന് ഒരു മറഞ്ഞ സഹായം, ഒരു ബറക്കത്ത് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ കിണറ്റിലെ വെള്ളം മുക്കി കുടിച്ചാൽ പോരെ? ദാഹം തീരാനാണെങ്കിൽ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ മതി. അവിടുന്ന് മക്കത്തുനിന്ന് കെട്ടിക്കൊടുന്ന ഈ സംസം വെള്ളം തന്നെ കുടിക്കുന്നത് എന്തിനാ? അതിൽ നിന്ന് ഒരു ബറക്കത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു ഗുണം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഗുണമാണെങ്കിലോ അത് മറഞ്ഞ വഴിക്കുള്ള ഗുണമാണ്. മറഞ്ഞ വഴിക്കുള്ള ഗുണമാകുമ്പോൾ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ തേടാൻ പറ്റുള്ളൂ. അപ്പൊ സംസം വെള്ളം കുടിക്കൽ ശിർക്കാണ് എന്ന് പറയുന്നിടത്തേക്ക് അത് മൂത്തു. സംസം വെള്ളം കുടിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. കാരണം എന്ത്? ഹജറുൽ അസ്വദ് കല്ലാണല്ലോ. ആ കല്ലിനെ ചുംബിക്കുമ്പോൾ അതിൽ നിന്നൊരു ബറക്കത്ത് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, മറഞ്ഞ നിലക്കുള്ള ഒരു ഗുണം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ അത് ശിർക്കാണ്. അത് കല്ലിനെ ചുംബിക്കുന്നത് ബഹുദൈവാരാധനയാണ് എന്ന് പറഞ്ഞ് അത് ശിർക്കാക്കി. ഇങ്ങനെ മൂത്ത് അവസാനം പറയുന്നത് കേട്ടു. തെറ്റോ ശരിയോ എന്നറിയില്ല, വാട്സാപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ വന്ന കൂട്ടത്തിൽ അത് പ്രസംഗിക്കുന്ന മൗലവിമാർ പ്രസംഗിക്കുന്നത് കേട്ടു. ആരോഗ്യ പ്രതിരോധത്തിന് വേണ്ടി കുത്തിവെപ്പ് നടത്തലും ശിർക്കാണെന്നാ. നമ്മളിപ്പോ ഈ കോളറയും അതുപോലെ പല സംഗതികളും ഇങ്ങനെ നാട്ടിലിപ്പോ നമ്മളെ കുറ്റിപ്പുറമൊക്കെ അതിന്റെ കേന്ദ്രമാണെന്നാണ് പത്രങ്ങളിൽ വായിച്ചാൽ തോന്നും. കുറ്റിപ്പുറം മൊത്തം കോളറയാണെന്ന്. അപ്പൊ ആ രൂപത്തിൽ കോളറയും അതുപോലുള്ള പല രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആരോഗ്യ വകുപ്പ് എന്ത് പറഞ്ഞു? കുത്തിവെപ്പ് നടത്തണം, പ്രതിരോധ കുത്തിവെപ്പ് നടത്തുന്നത് അത്
അത് ശിർക്കാണ്, അത് പാടില്ല എന്ന് ഒരു മൗലവി പ്രസംഗിച്ചത്രേ. അപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം? പ്രതിരോധ കുത്തിവെപ്പ് നടത്തുമ്പോ ഇല്ലാത്ത രോഗത്തിന് അല്ലെങ്കിൽ വരാൻ പോകുന്ന രോഗത്തെ തടുക്കാനാണ് കുത്തിവെപ്പ് നടത്തുന്നത്. വരാൻ പോകുന്ന രോഗത്തെ തടുക്കാൻ അള്ളാഹുവോട് പറഞ്ഞാൽ മതി. അതിന് കുത്തിവെപ്പിനെ അവലംബിക്കുമ്പോൾ ആ കുത്തിവെപ്പിൽ നമ്മൾ എന്തോ ഒരു ഗുണം പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് അറിയാത്ത വഴിക്കുള്ള ഒരു ഗുണം അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കുത്തിവെപ്പിനെ അവലംബിക്കുന്നത് ശിർക്കാകുന്നു എന്നും പ്രസംഗിച്ചത്രേ ഒരു മൗലവി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് പറഞ്ഞിരുന്നതല്ല ഇപ്പോൾ പറയുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിരുന്നോ സംസം വെള്ളം കുടിക്കുന്നത് ശിർക്കാണ് എന്ന് പറയുന്നത്? അതേപോലെ ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് ശിർക്കാണ് എന്ന് പറയുന്നത്? അതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ മൂത്ത് പുതിയ വാദങ്ങളും പുതിയ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്ന അതൊന്നുമല്ല. പഴയ കാലങ്ങളിലും പുതിയ കാലങ്ങളിലും അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ബദരീങ്ങളെ വിളിക്കൽ ശിർക്കാണ് എന്നൊരാൾ പറഞ്ഞാൽ ശിർക്ക് അവന്റെ ശിർക്ക് വെട്ടി കുത്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. മുത്തുനബിനെ വിളിക്കുന്നത് കൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ഒരാൾ പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓനങ്ങനെ പറഞ്ഞു, ഓനങ്ങനെ ജീവിക്കട്ടെ എന്ന് വെച്ചാൽ മതി. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ ഇസ്ലാമിനെ മൊത്തം മുക്കുന്ന, മുസ്ലിമീങ്ങളെ മൊത്തം കുറ്റവാളികളാക്കുന്ന, ഇസ്ലാമിനെ പറ്റേ ഭീകരവാദികളാക്കുന്ന, ഇസ്ലാമിന്റെ മുഖം തന്നെ കെടുത്തിക്കളയുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഈ തീവ്രവാദവും ഭീകരവാദവും വളർന്നിരിക്കുന്നു. പഴയ കാലങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്നതന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, പ്രസ്താവിക്കാറുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടെയെല്ലാം തീവ്രവാദവും ഭീകരവാദവും മുളയെടുത്തിട്ടുണ്ടോ അതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ബിദ്അത്തുകാരാണ്, പുത്തൻവാദികളാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇന്നിപ്പോ ലോകത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കുക. പഴയ കാലങ്ങളിൽ ഒരു സ്ഥലത്ത് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും പത്രപ്രവർത്തകരാ, എല്ലാവരും മാധ്യമപ്രവർത്തകരാണ്. ഈ ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു സംഭവം അത് പത്രക്കാരും മാധ്യമപ്രവർത്തകരും ഒക്കെ വരുന്നതിന്റെ മുമ്പ് ഈ നിമിഷം ലോകത്താകെ എത്തിക്കുവാനുള്ള സംവിധാനം ഇന്ന് നിങ്ങളുടെയൊക്കെ പോക്കറ്റിലുണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു സംഭവം നമ്മളെ പത്രക്കാരും അല്ലെങ്കിൽ മറ്റ് മാധ്യമപ്രവർത്തകരൊക്കെ വരുന്നതിന് മുമ്പ് ഈ നിമിഷം തന്നെ അത് ലോകത്തിനാകെ കൈമാറാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ വികസിച്ചിരിക്കുന്നു. നമ്മുടെ കൈമാറ്റങ്ങൾ അത് വിശാലമായിരിക്കുന്നു. അത്രയും സാങ്കേതിക വിദ്യകളും ശാസ്ത്രവും സയൻസുമൊക്കെ വളർന്ന് വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന നമുക്ക് ലോകത്ത് ഇന്ന് നടക്കുന്ന പ്രക്ഷോഭങ്ങളും യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഏത് രാജ്യത്താണ് സമാധാനമുള്ളത്? മുസ്ലിം രാജ്യം നിങ്ങൾ ഓരോന്ന് എടുത്തു നോക്കൂ. ഇറാഖിൽ സമാധാനമുണ്ടോ? അഫ്ഗാനിൽ സമാധാനമുണ്ടോ? സിറിയയിൽ സമാധാനമുണ്ടോ? ഇറാനിൽ സമാധാനമുണ്ടോ? ലോകത്ത് മുസ്ലിമീങ്ങളുള്ള ഒരു സ്ഥലത്തും സമാധാനമില്ല. എല്ലാ സ്ഥലത്തും കുഴപ്പങ്ങൾ, എല്ലാ സ്ഥലത്തും പ്രക്ഷോഭങ്ങളും സമരങ്ങളും പോരാട്ടങ്ങളും മനുഷ്യ ബോംബുകളും പൊട്ടിത്തെറിച്ച് 100ഉം 150ഉം ആളുകൾ ഒരു നിമിഷം മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ആരാണ് കാരണക്കാർ? ISന്റെ മൂലകാരണം അല്ലെങ്കിൽ മൂലകാരണക്കാർ ആരാണ്? ഈജിപ്തിൽ കുഴപ്പങ്ങൾക്ക് തിരികൊളുത്തിയ, ഇന്നും അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർഹുഡ് എന്ന് പറയുന്ന ഇഖ്വാനുൽ മുസ്ലിമീൻ അതേതാണ്? അഫ്ഗാനിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ ആരാണ്? നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാശ്മീരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാരാണ്? ഓരോരുത്തരെയും നമ്മൾ പരിശോധിച്ചാൽ, ഓരോ വിഭാഗത്തെയും നമ്മൾ പരിശോധിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യ വിശ്വാസങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വഴിതെറ്റി തെറിച്ചു പോയവരുടെ കൂട്ടായ്മകളാണ് സഹോദരങ്ങളെ ഈ പ്രശ്നങ്ങളൊക്കെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് നമ്മെ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുന്നത്.
അവരാണ് രാജ്യത്ത് സമാധാനത്തിന് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് നമ്മുടെ യതീംഖാനകളും നമ്മുടെ ദർസുകളും നമ്മുടെ ശരീഅത്ത് കോളേജുകളും നമ്മുടെ സ്ഥാപനങ്ങളുമൊക്കെ നിരീക്ഷിക്കപ്പെടുന്ന, ശ്രദ്ധിക്കപ്പെടുന്ന, അത് നടത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് വലിച്ചിഴച്ചത് സഹോദരങ്ങളെ ഇവരുടെ തോന്നിവാസങ്ങളാണ്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അവരെ ആക്ഷേപിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ അല്ല, മറിച്ച് നമ്മുടെ മക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, വളർന്നു വരുന്ന നമ്മുടെ തലമുറ ഈ ഭീഷണിയിൽ നിന്ന് മോചിതരായി വളരണമെങ്കിൽ തീർച്ചയായും രക്ഷിതാക്കളായ നാം അതീവ ജാഗ്രത കാണിക്കണം, നല്ല ജാഗ്രത പാലിക്കണം. ആ ജാഗ്രത പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാം എന്ന് പറയുന്ന ഒന്ന് അത് കേരളം വിട്ടുപോയാൽ, കേരളത്തിൽ നിന്ന് പുറത്തു പോയാൽ അത് പല രൂപത്തിലാണ് നമ്മൾ കാണുക. ഞാൻ അതിപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കള്, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ മദ്രസ പ്രസ്ഥാനം, നമ്മുടെ ദർസും നമ്മുടെ ശരീഅത്ത് കോളേജും നമ്മുടെ സ്ഥാപനങ്ങളും SYSന്റെയും SSFന്റെയും ഒക്കെ നല്ല പ്രവർത്തനങ്ങളും അതൊക്കെ കാരണമായി അൽഹംദുലില്ലാഹ് യഥാർത്ഥ ദീൻ ഏതാണ് എന്ന് അറിയുന്ന ചെറുപ്പക്കാർ, സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവരെയും സ്വർഗത്തിന്റെ പേര് പറഞ്ഞ്, ഷഹാദത്തിന്റെ പേര് പറഞ്ഞ്, ഇസ്ലിൽ ചേർന്നാൽ സ്വർഗം കിട്ടും, IS ചേർന്നാൽ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിച്ച് എത്രയോ സഹോദരങ്ങളെ വഴിതെറ്റിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഗൗരവത്തോടെ കാണണം. ഇത്രയൊക്കെ ആവർത്തിച്ച് പറയാനുണ്ടോ എന്ന് ചോദിക്കരുത്. ഞങ്ങളും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു ചെറുപ്പത്തിൽ. നമ്മുടെ ഉസ്താദുമാര് ഇതിങ്ങനെ തീർത്തും പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, എന്തിനാണ് ഇതിങ്ങനെ ഇത്ര ആവർത്തിച്ച് പറയാൻ എന്ന് ആലോചിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതൊക്കെ സംഭവിച്ചിരിക്കുന്നു. എല്ലാ പ്രവചനങ്ങളും പുലർന്നിരിക്കുന്നു, എല്ലാ ദുരന്തങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മുഖം വികൃതമാക്കാൻ ആരൊക്കെ എങ്ങനെയൊക്കെ വന്നാലും, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ദീർഘമായ ഹദീസാണ്, വിശദീകരിക്കാൻ സമയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ നിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച്, നിന്റെ യൗവനത്തെ സംബന്ധിച്ച്, ആ യൗവന കാലഘട്ടം നീ എങ്ങനെ ഉപയോഗിച്ചു എന്നതിനെ സംബന്ധിച്ച് റബ്ബ് ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരു ഉത്തരം പറയണം, ഉത്തരം പറയാൻ സാധിക്കണം. ആ ഉത്തരം പറയുന്ന സമയത്ത് എന്റെ ദീനിനു വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് റബ്ബ് ചോദിക്കുമ്പോ, നിന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തി, നിന്റെ യൗവന കാലം ഉപയോഗപ്പെടുത്തി, എന്റെ ദീനിനു വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് റബ്ബ് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഇത് മഹാന്മാരായ സ്വഹാബത്തിനോട് മാത്രമുള്ള ഒരു ചോദ്യമല്ല, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരോട് മാത്രമുള്ള ചോദ്യമല്ല. നമ്മളോടൊക്കെ അല്ല ചോദിക്കും, ഒക്കെ ചോദിക്കും. എന്തേ നിന്റെ യൗവനം ഉപയോഗപ്പെടുത്തി, നിന്റെ നല്ല ആരോഗ്യമുള്ള കാലം ഉപയോഗപ്പെടുത്തി, എന്റെ ദീനിനു വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് റബ്ബ് ചോദിക്കും. അങ്ങനെ റബ്ബ് ചോദിക്കുമ്പോ ഏറ്റവും കുറഞ്ഞത്, വളരെ കുറഞ്ഞ നിലവാരത്തിൽ പറഞ്ഞാൽ, അല്ലാഹുവേ നിന്റെ ദീനിന് ഉപകാരങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും, നിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും, ഉപകാരങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും, ഞാൻ നിന്റെ ദീനിന് ഉപദ്രവം ചെയ്തിട്ടില്ല. എന്റെ കാരണത്താൽ നിന്റെ ദീനിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല, ഒരു ഉപദ്രവവും സംഭവിച്ചിട്ടില്ല എന്നെങ്കിലും പടച്ചവനോട് പറയാൻ നമുക്ക് സാധിക്കണം. അതും സാധിക്കാത്ത സാഹചര്യമാണ് കേരളത്തിലെ ബിദ്അത്തുകാർ നമുക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ദീനിന് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, ദീനിന് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അതിന് ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്തിക്കൊണ്ടിരിക്കുന്ന, അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ചില ആളുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഖേദകരമായ കാര്യം ഇതാണ് ശരി,
ഇതാണ് നല്ല മാർഗം, ഇതാണ് ശരിയായ വഴി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ധാരാളം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പത്രങ്ങൾ അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ യഥാർത്ഥത്തിൽ ഇത് സ്വർഗത്തിന്റെ വഴിയാണ്, ഇത് തന്നെയാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വാസ്തവത്തിൽ ഇതൊരു ബിസിനസ്സാണ്, വരുമാനം കിട്ടുന്ന പദ്ധതിയാണ്. തീവ്രവാദം ഭീകരവാദം എന്നൊക്കെ മനസ്സിലാക്കി കേട്ടാൽ നമുക്ക് തോന്നുക കാശ്മീരിലുള്ള ആളുകൾ അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ അത് തെറ്റാണ്. കാശ്മീരിലെ തീവ്രവാദികൾ അവർ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് മാസാന്തം ശമ്പളം വാങ്ങിക്കൊണ്ടാണ്. ആവശ്യമായ വാഹന സൗകര്യവും ആവശ്യമായ താമസ സൗകര്യവും ആവശ്യമായ ഭക്ഷണ സൗകര്യവും ആവശ്യമായ വസ്ത്ര സൗകര്യവും ഇതെല്ലാം നൽകിയതിന് ശേഷം മാസാന്തം ശമ്പളവും നൽകിക്കൊണ്ടാണ് തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും സഹോദരങ്ങളെ ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീവ്രവാദികളെ സംബന്ധിച്ച് വാസ്തവത്തിൽ അത് തൊഴിലാണ്, അവർക്ക് അത് വരുമാന മാർഗമാണ്. എന്നാൽ അതിൽ അകപ്പെടുന്ന ചില ചെറുപ്പക്കാരോ അവര് വാസ്തവത്തിൽ ഇതന്നെയാണ് സ്വർഗത്തിന്റെ വഴി, ഇത് തന്നെയാണ് ഷഹാദത്തിനുള്ള മാർഗം എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടാണ് അവര് ഇതിൽ പെട്ടുപോകുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിച്ച് പറയുകയാണ്. നമ്മുടെ മക്കളും നമ്മുടെ കുട്ടികളും നമ്മുടെ ചെറുപ്പക്കാരും സ്ത്രീകൾ വരെ പെൺകുട്ടികൾ വരെ, പഴയ കാലത്ത് നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ആലോചിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ മക്കള് ആൺകുട്ടികളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ മതിയായിരുന്നു. ഇന്നിപ്പോ കാലം മാറി, ആൺകുട്ടികളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ പോരാ, ചെറുപ്പക്കാരെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ, ചെറുപ്പക്കാരികളെക്കുറിച്ചും ആലോചിക്കേണ്ടിയിരിക്കുന്നു. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ പേരിൽ ഇസ്ലിൽ ചെന്ന് ചേർന്ന നമ്മുടെ 10-25 ആളുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നല്ലോ പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ. ആ കൂട്ടത്തില് ചെറുപ്പക്കാർ മാത്രമല്ല, ചെറുപ്പക്കാരികളുമുണ്ട്, സഹോദരിമാരുണ്ട്. കാരണം എന്ത്? സഹോദരിമാര് സോഷ്യൽ മീഡിയ വഴി, സാമൂഹിക മാധ്യമങ്ങൾ വഴി, ഓൺലൈൻ വഴി വീട്ടിലിരിക്കുന്ന സഹോദരിമാര് ആർക്കും വഴിതെറ്റിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ, പഴയ കാലത്ത് നമുക്ക് വാതിലടച്ചാൽ അടുക്കളന്റെ വാതിലും പൂമുഖത്തിന്റെ വാതിലും അടച്ച് ഉള്ളിലേക്ക് കുറ്റിയിട്ടാൽ ഉമ്മാക്ക് സമാധാനമാണ്, ഉപ്പാക്ക് സമാധാനമാണ്, മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ, സമാധാനമാണ്. മഗ്രിബ് നേരമായി, ഇഷ നേരമായി, 10 മണിയായി, എന്നിട്ടും കുട്ടികൾ വീട്ടിൽ വന്നില്ലെങ്കിൽ, മുതിർന്ന ആൺകുട്ടികൾ വീട്ടിലെത്തിയില്ലെങ്കിൽ, പെൺകുട്ടികൾ വീട്ടിലെത്തിയില്ലെങ്കിൽ ഏതായാലും നമുക്ക് ആധിയായിരുന്നു, ഭയമായിരുന്നു, പേടിയായിരുന്നു. അതേസമയം മഗ്രിബിന് ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടാൽ നമുക്ക് നല്ല സമാധാനം, കുട്ടികളൊക്കെ അകത്തുണ്ട്, ഉമ്മി ഉപ്പി അകത്തുണ്ട്, ആൺമക്കളും പെൺമക്കളും ഒക്കെ അകത്തുണ്ട്, ഇനി ധൈര്യമായിട്ട് കടന്നുറങ്ങാം എന്ന ഒരു സമാധാനം അന്ന് നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വാതിലുകൾ മുഴുവൻ കുറ്റിട്ടാലും, വാതിലൊക്കെ അടച്ച് പൂമുഖം മാത്രമല്ല അടുക്കള മാത്രമല്ല മൊത്തം ഓരോ റൂമിന്റെയും വാതിലും അടച്ച് കുറ്റിയിട്ടു. അങ്ങനെ കുറ്റിയിട്ടാലും നമ്മുടെ വീട് സുരക്ഷിതമല്ല, നമ്മുടെ വീടിന്റെ അകത്തളം സുരക്ഷിതമല്ല. നിങ്ങളുടെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടി വാതിൽ കുറ്റിയിട്ട് കിടക്കുന്ന റൂം, ആ റൂമിലേക്ക് ഏത് ശത്രുവിനും കടന്നു വരാനുള്ള എല്ലാ വഴികളും ഇന്നുണ്ട്. ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്നും നമ്മുടെ അടുക്കളയിലേക്ക് അഴുക്ക് ചാലുണ്ട്, നമ്മളത് തിരിച്ചറിയണം. ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും ഏത് സമയത്തും നമ്മുടെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് അഴുക്ക് ചാലുകൾ തുറന്നിരിപ്പുണ്ട്. ആ അഴുക്ക് ചാലുകൾ നിങ്ങൾ വാതിലിന്റെ കുറ്റിയിട്ടതുകൊണ്ട് അടഞ്ഞു പോകുന്നതല്ല, നിങ്ങൾ റൂമിന്റെ വാതിൽ അടച്ചതുകൊണ്ട് ആ അഴുക്ക് ചാലുകൾ ഒരിക്കലും അടഞ്ഞു പോകുന്നില്ല. അത് ഓൺലൈൻ വഴി നിങ്ങളുടെ ആൺകുട്ടികളുടെ മടിത്തട്ടിലേക്ക്, പെൺകുട്ടികളുടെ മടിത്തട്ടിലേക്ക് 24 മണിക്കൂറുമെന്ന പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ അഴുക്കുചാലുകളിലൂടെയാണ് വാസ്തവത്തിൽ നമ്മുടെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുമൊക്കെ സഹോദരങ്ങളെ വഴിതെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോ ഞാൻ പറയുന്നത് പിന്തിരിപ്പൻ ആയിപ്പോകും. പഴയകാലത്ത് സിനിമ കാണുന്നത് വലിയ കുറ്റമായിരുന്നു. കുറ്റം തന്നെയാണ്. സിനിമ കാണുന്നത് വലിയ കുറ്റം. ആളുകൾ വളരെ ഗൗരവത്തോടെ ഒരാൾക്ക് സിനിമ കാണണമെങ്കിൽ എന്തൊക്കെ പാടുപെടണം. സിനിമാ ടാക്കീസിൽ ചെന്നിട്ട് ഒരു സിനിമ കണ്ടു പോരണമെങ്കിൽ എന്തൊക്കെ നോക്കണം. ബാപ്പുണ്ടോ, അനിയൻ ജ്യേഷ്ഠന്മാർ കാണുന്നുണ്ടോ, അയൽവാസികൾ കാണുന്നുണ്ടോ, അങ്ങനെ തുടങ്ങി വാപ്പാന്റെ കൂട്ടുകാർ കാണുന്നുണ്ടോ, കുടുംബക്കാർ കാണുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു ചെറുപ്പക്കാരൻ ഒരു സിനിമ കണ്ട് തിരിച്ചു പോരണമെങ്കിൽ. പോകുമ്പോ നോക്കണം, വരുമ്പോ നോക്കണം, പലതും നോക്കണം. ഇന്നിപ്പോ ആരെങ്കിലും നോക്കണോ? സിനിമ കാണണമെങ്കിൽ ഓന്റെ പോക്കറ്റ് തന്നെയല്ലേ. ഏത് തരം സിനിമയുണ്ട്. പുളിയുള്ളത് വേണമെങ്കിൽ അത്, മധുരമുള്ളത് വേണമെങ്കിൽ അത്, എരുള്ളത് വേണമെങ്കിൽ അത്, പല സൈസും ഓന്റെ പോക്കറ്റ് തന്നെ ഉണ്ട്. വാതിലടച്ച്, ബെഡ്റൂമിന്റെ വാതിലടച്ച് കടന്നു കഴിഞ്ഞാൽ എരുള്ളതാ, പുളിയുള്ളതാ, മധുരമുള്ളതാ, ഏതാ ഇവൻ കാണുന്നത് എന്ന് വാപ്പാക്കോ ഉമ്മാക്കോ തിരിച്ചറിയാനോ അറിയാനോ പറ്റാത്ത രൂപത്തിലേക്ക് സഹോദരങ്ങളെ കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നു, കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് എന്തേ മാർഗുള്ളൂ? നമ്മുടെ കുട്ടികൾക്ക്, ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഉമ്മാന്റെയും വാപ്പാന്റെയും ഒരു ശ്രദ്ധ നിങ്ങൾ മനസ്സിലാക്കിയോ? കുട്ടികളെ മദ്രസയിലേക്ക് അയക്കുന്നില്ലേ? കുട്ടികളെ മദ്രസയിലേക്ക് അയക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഉസ്താദുമാരടുത്തല്ലേ കുട്ടികളുള്ളത്? അവരെ നന്നാക്കാനല്ലേ മദ്രസയിലേക്ക് അയക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ കൊണ്ടൊന്നും ഇപ്പൊ ഒരു കാര്യമല്ല. ഉസ്താദ് വളരെ ദുർബലനാ. മദ്രസയിലെ ഉസ്താദ് വളരെ ദുർബലനാണ്. അദ്ദേഹത്തിന് കുട്ടികളെ കിട്ടുന്നത് ആകെ 1 മണിക്കൂർ നേരാ. പഴയകാലത്ത് 7 മണിക്ക് മദ്രസയിൽ വന്നാൽ നമ്മുടെ 10 മണി അല്ലെങ്കിൽ 9:30 മണി വരെയൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കുവാനുള്ള, അവരുമായി ഉസ്താദുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനല്ല. ഇന്നിപ്പോ കുട്ടി സ്കൂളിലേക്കുള്ള ബാഗും യൂണിഫോമും അതൊക്കെ അണിഞ്ഞുകൊണ്ട് ആ സ്കൂളിലേക്കുള്ള ഒരു മനസ്സുമായിട്ടാണ് കുട്ടി വരുന്നത്. അങ്ങനെ സ്കൂളിന്റെ ബസ് മദ്രസയുടെ മുറ്റത്ത് അല്ലെങ്കിൽ റോഡിന്റെ സൈഡിൽ വന്ന് ഓണടിച്ചാൽ അപ്പ ചാടണം എന്ന മനസ്സുമായിട്ടാണ് നമ്മുടെ കുട്ടികൾ മദ്രസയിൽ ഇരിക്കുന്നത്. ആ കുട്ടിയും ഉസ്താദുമായിട്ടുള്ള ബന്ധം വെറും 3/4 മണിക്കൂറാണ്, അല്ലെങ്കിൽ അരമണിക്കൂർ, 1 മണിക്കൂറാണ്. അതും കിട്ടാത്തതുണ്ട്. ആ 1 മണിക്കൂറും കിട്ടാത്തതുണ്ട്. ഇതാണ് നമ്മുടെ ദീനീ വിദ്യാഭ്യാസം. ഈ ദീനീ വിദ്യാഭ്യാസത്തിൽ നിന്ന് അരുതായ്മകളെ കണ്ടെത്താൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുകയില്ല. ഏതാണ് തിന്മ, ഏതാണ് നന്മ, എന്നെ അപകടപ്പെടുത്തുന്ന, എന്റെ ആഖിറം പരാജയപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുകയില്ല. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. ഉമ്മയും ഉപ്പയും കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം അസ്വലാത്തു തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാ. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരി, ഒരു സഹോദരൻ, തീർച്ചയായും അവൻ ഫഹ്ശാഇൽ നിന്ന്, തെമ്മാടിത്തരങ്ങളിൽ നിന്ന്, മുങ്കറാത്തിൽ നിന്ന്, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ മാറി നിൽക്കും. ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും വലിയ ഗർത്തങ്ങളിലേക്ക്, തിന്മയുടെ അഗാധമായ ഗർത്തങ്ങളിലേക്ക് വീണു പോകുന്നതിനെ തൊട്ട് ഈ നിസ്കാരം അവനെ തടയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അള്ളാന്റെ റസൂല് പറഞ്ഞതില് പൊളിവാക്കുണ്ടാവൂല. അതങ്ങനെ തന്നെ നടക്കും. അപ്പൊ അതിന് വേണ്ടത് നമ്മൾ രക്ഷിതാക്കൾ, ഉമ്മയും ഉപ്പയും. കുട്ടികൾ വളരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 7 വയസ്സെത്തിയാ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സെത്തിയാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. ഇതൊക്കെ അള്ളാന്റെ റസൂല് കുട്ടികളെ വളർത്തുന്നതിന്റെ മര്യാദ നമ്മളെ പഠിപ്പിച്ചതാ. പക്ഷെ നമ്മൾ 7 വയസ്സെത്തിയാ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൂല. ഓനെ 7 എത്തിയിട്ടുള്ളൂ, കുറച്ചാണ് കഴിഞ്ഞോട്ടെ.
ഇനി 10 വയസ്സെത്തിയിട്ട് നിസ്കരിക്കാത്ത കുട്ടിനെ അടിച്ച എത്ര രക്ഷിതാക്കൾ ഉണ്ടാവും നമ്മളെ കൂട്ടത്തിൽ? കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഈ സദസ്സിലേ ഉണ്ടാവുള്ളൂ. ഈ സദസ്സിൽ വരുന്നത് ദിക്റും സ്വലാത്തും തഖ്വി ഈമാനും ഒക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാ. ഇതൊന്നും കൊണ്ടു നടക്കാത്ത വലിയൊരു വിഭാഗം പുറത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കരിച്ചാൽ 7 വയസ്സെത്തിയിട്ട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കേ, 10 വയസ്സെത്തിയിട്ട് നിസ്കരിക്കാൻ ഞാൻ അടിക്കേ, അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഇത് രണ്ടും സംഭവിക്കാത്ത ഒരു കുട്ടി എങ്ങനെ വളരുക? ഓൻ തോന്നിയ പോലെ വളരും, അവൻ തോന്നിയതുപോലെ വളരും. ആ തോന്നിയതുപോലെ വളർന്ന കുട്ടിക്ക് ഒരു മൊബൈലും കൂടി കിട്ടിയാൽ, ആ മൊബൈലിൽ ഒരു നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ അവന്റെ ബെഡ്റൂമിൽ ചെന്നിട്ട് വാതിലടച്ചവൻ കിടന്നാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എരിയുള്ളതാ പുളിയുള്ളതാ എന്താണ് ഇവൻ കാണാൻ ഒരിക്കലും നമുക്ക് പറയാനോ നിയന്ത്രിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ കുട്ടികളുടെ മനസ്സ് ശുദ്ധീകരിച്ച് അതിൽ പടച്ചോനെക്കുറിച്ചുള്ള പേടി നിറച്ച്, അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് നിറച്ച്, അള്ളാന്റെ ദീനിനോടുള്ള ബഹുമാനം നിറച്ച്, അങ്ങനെ നിറച്ച് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ വളർത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് സമാധാനിക്കാനാവുകയുള്ളൂ. അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ സുഹൃത്തുക്കളെ നമുക്ക് സമാധാനമുണ്ടാവുകയില്ല. നിങ്ങളുടെ കുട്ടികൾ കേടുവരുന്നതോടെ, അല്ലെങ്കിൽ എന്റെ കുട്ടികൾ കേടുവരുന്നതോടെ യഥാർത്ഥത്തിൽ കേടുവരുന്നത് ഈ സമുദായമാണ്, മുസ്ലിം സമുദായമാണ്. നമ്മുടെ മക്കൾ കേടുവരുന്നത് യഥാർത്ഥത്തിൽ ഈ സമുദായമാണ്, നമ്മുടെ ഉമ്മത്താണ്. ഖൈറു ഉമ്മത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച, പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഈ ഖൈറു ഉമ്മത്തുണ്ടല്ലോ, ആ ഉമ്മത്താണ് നാശമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അയൽപ്പക്കക്കാരന്റെ കാര്യത്തിലല്ല, സുഹൃത്തുക്കളുടെ കാര്യത്തിലല്ല, മറ്റേതെങ്കിലും ആളുകളുടെ കാര്യത്തിലല്ല, നമ്മുടെ മക്കളുടെ കാര്യത്തിലെങ്കിലും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം പ്രത്യേകിച്ചും നമ്മുടെ സഹോദരിമാർ ധാരാളം ഈ ശബ്ദം കേൾക്കുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഉമ്മ തന്നെയാണ് കുട്ടിയുടെ ആദ്യത്തെ മദ്രസ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വളരെ അടുത്തെത്തി. വളാഞ്ചേരി കഴിഞ്ഞു. വളാഞ്ചേരി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറച്ചേരായി. ഇതപ്പം അടുത്ത് വരും ഇൻഷാ അല്ലാഹ്. ആ വരാന്തയിലിരിക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്ന എന്തായാലും എത്തിക്കാഫിന്റെ കൂലി കിട്ടൂല, അത് പള്ളിയല്ല. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് ഇനി സദസ്സിലേക്ക് വരണം. ഇതുവരെ അവിടെ ഇരിക്കാൻ അനുവാദം തന്നത് തങ്ങൾ വരാത്തത് കൊണ്ടാണ്. ഇനി തങ്ങൾ വരുമ്പോ നമുക്കിവിടെ എല്ലാം നിറഞ്ഞു കാണണം ഇൻഷാ അല്ലാഹ്. ആ ശരീഅത്ത് കോളേജിന്റെ വരാന്തയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഇറങ്ങി വരണം. എല്ലാവരും അവിടെ നമ്മുടെ വളണ്ടിയർമാർ ശ്രദ്ധിക്കണം, അവിടെ ആരും ഇരിക്കാൻ അനുവദിക്കരുത്. എല്ലാവരും ഇറങ്ങി വരണം. അപ്പൊ നല്ല മഴയൊന്നുമില്ല, നല്ല അന്തരീക്ഷം, അത്യാവശ്യം നല്ല തണുത്ത കാറ്റും സുഖമായി ഇരിക്കാൻ പറ്റിയ നല്ല അന്തരീക്ഷം. ആ നനഞ്ഞ കസേരകൾ കുട്ടികളൊന്ന് തുടച്ചു കൊടുക്കണം. ആളുകൾക്ക് നനഞ്ഞ കസേര ഉണ്ടെങ്കിൽ തുടച്ചു കൊടുക്കാം. അപ്പുറത്ത് ബാക്കിലൊക്കെ നല്ല സ്ഥലമുണ്ട് ഇൻഷാ അല്ലാഹ്. ധാരാളം ആളുകൾ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങൾ ബായാർ തങ്ങളുടെ മജ്ലിസിലേക്ക് വരണമെന്നാണ്. മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്നതാണ് മജ്ലിസ്. അതിൽ തന്നെ ഇരിക്കണം. അതിൽ ഇരുന്ന് വലിയ വിഷമം പറഞ്ഞു വരുന്ന ആൾക്കാരോട് എന്താണ് ഇപ്പം നമ്മൾ പറയാ? ക്യാൻസർ രോഗമാണ്, അതുപോലെ കിഡ്നി രോഗമാണ്. ഇന്ന് 4 മണിക്ക് ശേഷം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അനിയന് പെട്ടെന്ന്, അതുവരെ ഓട്ടോറിക്ഷ വണ്ടി ഓടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു സഹോദരൻ 2 ദിവസം കൊണ്ട് എല്ലാം കഴിഞ്ഞു. എന്തോ വേദന, എന്തോ തളർച്ച. ആശുപത്രിയിൽ ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ പരിശോധിച്ച് നോക്കുമ്പോൾ കിഡ്നി 2ഉം പോയിരിക്കുന്നു. 2 കിഡ്നിയും പോയിരിക്കുന്നു. ഇനി ഡയാലിസ് ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉസ്താദ് ഈ മജ്ലിസിൽ വെച്ച് ആ ഡയാലിസ് ചെയ്യാതെ വിശ്വസിക്കാനാവുന്നില്ല ആ കുടുംബത്തിന്. ഇന്നലെ മിഞ്ഞാന്ന് വരെ ഓട്ടോറിക്ഷ ഓടിച്ച് അധ്വാനിച്ച് ജീവിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കിഡ്നി 2ഉം പോയി ആശുപത്രിയിലാണ്. ഡയാലിസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഡയാലിസ് ചെയ്യാതെ, ഡയാലിസിക്ക് കടന്നാൽ പിന്നെ അതങ്ങനെ പോകലാണല്ലോ. അതുകൊണ്ട് അതിലേക്ക് കടക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി തങ്ങളുടെ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യണം എന്ന് ഇന്ന് 4 മണിക്ക് ശേഷം ഒരാള് എന്നോട് വന്നിട്ട് പറഞ്ഞു. എന്താണ് സുബ്ഹാനല്ലാഹ്,
അങ്ങനെ എത്ര ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നു. ഓരോ വിഷമങ്ങളും കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് സങ്കടം തോന്നും. എന്താണ് ആളുകളോട് പറയുക? ആളുകളെ സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത വിഷമങ്ങൾ. ഇപ്പൊ പക്ഷേ ഒരു വലിയ തണലുണ്ട്. മജ്മയിൽ ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ വരാറുണ്ട്. ധാരാളം ആളുകൾ, ഒന്നും രണ്ടും ആളുകളല്ല. മുമ്പ് ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയ ഒരു സഹോദരി, ആ സഹോദരിയോട് ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണി, ഭർത്താവിനോട് അതുപോലെ തന്നെ ഈ പ്രസവിക്കാൻ പോകുന്ന പെണ്ണിനോടും ഡോക്ടർ വിവരമറിയിച്ചിരിക്കുന്നു. എന്ത്? ഈ കുട്ടി വളരെ പ്രയാസകരമായ രീതിയിലാണ് വയറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഗർഭം ഒഴിവാക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത്രേ. ഈ ഗർഭം പ്രസവിച്ച് ഓപ്പറേഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുട്ടി രക്ഷപ്പെടും, അല്ലെങ്കിൽ ഉമ്മ രക്ഷപ്പെടും. രണ്ടിലൊന്നേ രക്ഷപ്പെടുള്ളൂ. ഒന്നുകിൽ കുട്ടി മരിക്കും, കുട്ടി രക്ഷപ്പെട്ടാൽ ഉമ്മ മരിക്കും. രണ്ടാൽ ഒന്നേ രക്ഷപ്പെടുള്ളൂ എന്ന് ഡോക്ടറാണ് പറയാണ്. ആ സമയത്ത് പേടിച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാനിരിക്കുന്ന സഹോദരി അവളുടെ കയ്യിലുള്ള ഒരു സ്വർണവള ഊരി അത് ആങ്ങളയുടെ കയ്യിൽ കൊടുത്ത്, ഭർത്താവ് ഗൾഫിലാ, ആങ്ങളയുടെ കയ്യിൽ കൊടുത്തിട്ട് മജ്മയിലെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. എന്റെ കയ്യിൽ തന്നിട്ട് ഈ സഹോദരി, ഇതാണ് ഉസ്താദെ അവസ്ഥ, ഓപ്പറേഷന് കയറ്റാൻ പോവുകയാണ്, അവളെ കയ്യിൽ കിടക്കുന്ന ഈ സ്വർണവള ഊരിയിട്ട് നിങ്ങളെടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടികളെ കൂട്ടിയിട്ട് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ബേജാറിൽ ഈ സഹോദരൻ പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ഞാൻ തന്നെ ബേജാറായിപ്പോയി. എന്താണിപ്പോ ചെയ്യുക? സ്വർണവള അയച്ചിട്ട് കുട്ടിയോ ഉമ്മയോ രക്ഷപ്പെടുള്ളൂ, ഒരാൾ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ കേസില് യതീം കുട്ടികളെ വിശ്വസിച്ചുകൊണ്ട്, മുത്തഅല്ലിമീങ്ങളെ വിശ്വസിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന സ്വർണവള അയച്ചിട്ടാണ് കൊടുത്തയച്ചിട്ട് ദ്വാരക്കാൻ പറയാം. ഞാൻ അപ്പോൾ തന്നെ കുട്ടികളൊക്കെ വിളിച്ചുകൂട്ടി, സ്കൂളിലും ഒക്കെ പോയിരുന്ന കുട്ടികളെ പള്ളിയിൽ വിളിച്ചുകൂട്ടി ദുആ ചെയ്തു. കുട്ടികളോട് പറഞ്ഞു, ഇതാണ് സംഭവം, ഇത് നിങ്ങൾ ദ്വാർന്നിട്ട് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞ് ദുആ ചെയ്യിപ്പിച്ചു. അൽഹംദുലില്ലാ, ഒരാഴ്ച കഴിഞ്ഞ് ആ പ്രസവിച്ച കുട്ടിയെയും കൊണ്ട് ആ ഉമ്മ മജ്മയിൽ വന്നു. കുട്ടിക്കും കേടില്ല, ഉമ്മാക്കും കേടില്ല. അത് ഈ കുട്ടികളുടെ ദുആന്റെ ബർക്കത്ത് കൊണ്ടാണ്. ഇപ്പോ എനിക്ക് പേടില്ല. അങ്ങനത്തെ വലിയ വിഷമങ്ങൾ വന്നിട്ട് എന്നോട് പറയുമ്പോ ഞാൻ അവരോട് പറയും, മാസത്തിലൊരിക്കൽ ഇവിടെ ബായാർത്ഥങ്ങൾ വരുന്നുണ്ട്, ബായാർത്ഥങ്ങളുടെ മജ്ലിസിൽ നിങ്ങൾ വരണം, അവിടെ വെച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹു തആല അതിന് പരിഹാരമുണ്ടാക്കും എന്ന് പറഞ്ഞാണ് ഇത്തരം വലിയ വിഷമങ്ങൾ വന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ തിരിച്ചയക്കാറുള്ളത്. നിങ്ങൾ ബായാർത്ഥങ്ങളുടെ മജ്ലിസിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്നും ഈ സദസ്സിലിരിക്കുന്ന ആളുകളിൽ പലരുമുണ്ട് ഓപ്പറേഷന് വേണ്ടി വിധിക്കപ്പെട്ടവർ, ഡയാലിസിന് വേണ്ടി വിധിക്കപ്പെട്ടവർ. എന്നോട് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ നിങ്ങൾ ബായാർത്ഥങ്ങളുടെ മജ്ലിസിൽ വരൂ, നമുക്ക് തങ്ങളോട് പറഞ്ഞ് ദ്വാർപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. സഹോദരങ്ങളെ, ഇത് നമുക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം നമ്മൾ മഴയായാലും വെയിലായാലും നമുക്ക് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കൂട്ടിയിട്ട് ഈ മജ്ലിസിൽ വരണം. ഇത് നമുക്ക് വലിയ ഒരു തണലാണ്. ഈ തണല് നമ്മൾ നിലനിർത്തണം. അങ്ങനെ നിലനിർത്തി, അത് തന്നെയാണ് നമ്മുടെ ഐശ്വര്യം, അത് തന്നെയാണ് നമ്മുടെ ബറക്കത്ത്, അത് തന്നെയാണ് നമ്മുടെ തൗഫീഖ് എന്ന് മനസ്സിലാക്കി നമുക്ക് ധാരാളം ദിക്റ് ചൊല്ലാനും ധാരാളം മദ്ഹുകൾ പറയാനും കേൾക്കാനും ദുആയിൽ പങ്കെടുക്കാനും അവസരം കിട്ടുമ്പോൾ അത് ഞമ്മക്ക് മാത്രം കിട്ടിയാൽ പോരാ. അടുത്ത മാസം മുതൽക്ക് വരുമ്പോ ഓരോരുത്തർ ഓരോ സുഹൃത്തുക്കളെ കൂട്ടി, അയൽവാസികളെ കൂട്ടി, കുടുംബക്കാരെ കൂട്ടി ഈ ഒരു മാസം നമുക്കൊന്ന് പോയി നോക്കുക, ഒന്ന് തങ്ങളെ കാണുക, തങ്ങളെ ദുആയിലൊന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ അതൊരു വലിയ ദഅവത്താണ്, ഒരു വലിയ പ്രബോധനമാണ്. എത്രയോ ആളുകൾ ഇങ്ങനെയുള്ള മജ്ലിസിൽ പങ്കെടുത്ത് നന്നായ എത്ര ചരിത്രമുണ്ട്. എത്രയോ മുഅ്മിനീങ്ങൾ പഴയകാലത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് വഅദ് പറഞ്ഞത് നമ്മൾ കേട്ടുകണോ? അജ്മീർ ഷെയ്ഖ് എവിടെയും വഅദ് പറഞ്ഞിട്ടില്ല.
അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ടോ? ലേഖനം എഴുതിയിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ആ മഹാനവറുകളുടെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട്, അവരുടെ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് എത്രയോ മനുഷ്യന്മാര് മുസ്ലിമീങ്ങളായി, എത്രയോ സഹോദരങ്ങൾ മൂമിനീങ്ങളായി. ഈമാനിലേക്കും ഇസ്ലാമിലേക്കും ആളുകൾ വന്നത് ആ മഹാന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടാണ്. ആ ബറക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തങ്ങളവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് വന്നു. അല്പം നമുക്ക് താമസിച്ചു പോയെങ്കിലും സാരമില്ല. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് നമുക്ക് കബൂൽ ചെയ്തു തരുമാറാകട്ടെ. തങ്ങൾ വീട്ടിലിരുന്ന് വിശ്രമിച്ച് താമസിച്ചതല്ല, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇങ്ങനെയുള്ള മജ്ലിസുകളിൽ ഓടി നടന്ന് മോമിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്ത്, അവർക്ക് വേണ്ടി ഉപദേശം നസീഹത്ത് ചെയ്തു കൊടുത്ത് അങ്ങനെ താമസിക്കുന്നതാ, അല്ലാതെ വീട്ടിലിരുന്ന് താമസിക്കുന്നതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇനി ഈ മജ്ലിസ് ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഈ മജ്ലിസ് വളരെ മഹത്വമുള്ള മജ്ലിസാണ്. ഇവിടെ വെച്ച് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രത്യേകിച്ച് രോഗങ്ങൾ പറഞ്ഞ് എന്നെ സമീപിച്ചപ്പോൾ ഞാന് ഇതാ തങ്ങൾ വരുന്നുണ്ട്, തങ്ങളെ മജ്ലിസിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ വന്ന കുറെ ആളുകളുണ്ട്. കുട്ടികളില്ലാതെ ഞാൻ സൗദി അറേബ്യയിൽ ചെല്ലുന്ന സമയത്ത് ഒരു സഹോദരൻ എപ്പോ ചെന്നാലും മജ്മഅന് വേണ്ടി ഞാൻ ചോദിച്ചതൊക്കെ എടുത്തു തരും. എന്നിട്ട് എന്നോട് പറയും, എനിക്ക് കുട്ടികളില്ല ഉസ്താദെ, ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി ഉസ്താദ് ദ്വാരക്കണം. ഞാൻ കുറെ ദ്വാർന്നു, പല സ്ഥലത്തുനിന്നും മജ്ലിസിൽ നിന്നും മജ്മഅയിൽ നിന്നും ഒക്കെ ദ്വാർന്നു. പക്ഷേ അല്ലാഹു തആലാന്റെ തൗഫീഖിന്റെ സമയം എത്തിയിട്ടില്ല. ആ സഹോദരന് കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ റമദാൻ എപ്പോഴോ മറ്റോ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് കുട്ടികളുണ്ടായിട്ടില്ല ഉസ്താദെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ബായാർ തങ്ങളെ കാണണം, ഞമ്മക്ക് ബായാർ തങ്ങളെ മജ്ലിസ് ഉണ്ട് മജ്മഅയില്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ സദസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം ഈ മജ്ലിസിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടി, ആ കുട്ടിയെയും കൊണ്ട് ഈ മജ്ലിസിൽ വന്ന ആളുകളുണ്ട്. ഇങ്ങനെ നമ്മൾ പേടിക്കുന്ന വിഷയങ്ങൾ വന്ന് പറയുമ്പോൾ ഞാൻ പറയാറുള്ളത് നിങ്ങൾ ഈ മജ്ലിസിലേക്ക് വരണമെന്നാണ്. അങ്ങനെ വന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ പരിഗണിച്ച് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ ദുആ ചെയ്യും. മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവരുണ്ട്. 5000 രൂപ ഒരു സഹോദരൻ മരിച്ചുപോയവർക്ക് മുറാദുകൾ ഹാസിലാകാനും മരിച്ചുപോയവർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കസേര തന്ന ആളുണ്ട്, ഈ സ്റ്റേജിൽ കസേര തന്ന ആളുണ്ട്. ഒരു കസേരന്റെ പൈസ തങ്ങള്, ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 250 കസേര, അതായത് ഇരിക്കുന്ന 250 കസേര ഒരാള് സ്വതക്ക ചെയ്തതാ നമുക്ക്. അപ്പൊ നമുക്കൊരു 2000 കസേര വേണം. അപ്പൊ ഞാന് ഈ മൂമിനീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കസേര ഇന്നല്ല, ഒരു കസേര വാങ്ങാനുള്ള 375 ഉറുപ്പിക അടുത്ത മാസം വരുന്ന സമയത്ത് ഓരോരുത്തരും കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഉദ്ഘാടനം എന്ന നിലക്ക് ഒരാള് ഒരു ഇതിന് ബാക്കി കൊടുക്കണം. അത് ഒരു കസേരയുടെ പൈസ തന്നിട്ടുണ്ട്. മഴ പന്തലിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ തവണ നമ്മൾ പന്തലിട്ടത് 50,000 ഉറുപ്പികക്കാണ്. ഈ തവണ വെയിലും കാലാവസ്ഥയും കണ്ടപ്പോ നമ്മൾ പന്തല് ഇല്ലാതെ നടത്താമെന്ന് തീരുമാനിച്ചതാ. ഇതുവരെ മഴയില്ലാതെ അൽഹംദുലില്ലാഹ് നിന്നു. ഇപ്പൊ ചെറിയൊരു ചാറലുണ്ട്, സാരമില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദിക്റും കാര്യങ്ങളും കഴിഞ്ഞ് തങ്ങൾ ദ്വാരക്കാനാകുമ്പോഴേക്ക് മഴ നിന്ന് നമുക്കെല്ലാവർക്കും വന്ന് എല്ലാറ്റിലും കൂടാൻ പറ്റുന്ന രൂപത്തിലാവും ഇൻഷാ അല്ലാഹ്. 1,00,000 രൂപ നമുക്ക് സ്വതക്ക ചെയ്ത സഹോദരനുണ്ട്. ഈ മജ്ലിസിലേക്ക് സ്വതക്ക ചെയ്ത് ദുആ ചെയ്യാൻ പറഞ്ഞ സഹോദരനുണ്ട്. അതേപോലെ നേരത്തെ എരണിയുടെ അസുഖം പറഞ്ഞ് 2 വള, സ്വർണവള സംഭാവന ചെയ്ത സഹോദരി ഹഫ്സത്ത് എന്ന സഹോദരി ഈ മജ്ലിസിലുണ്ട്. അവരുടെ എരണിയുടെ അസുഖം ഓപ്പറേഷൻ ഇല്ലാതെ മാറണം, അഥവാ ഓപ്പറേഷൻ വേണമെങ്കിൽ അത് പ്രയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു കിട്ടണം. അതിനുവേണ്ടി 2 സ്വർണവള ഈ മജ്ലിസിലേക്ക് മജ്മഅയിലേക്ക് സ്വതക്ക ചെയ്തുകൊണ്ട് തങ്ങളവറുകളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ പറഞ്ഞവരും പറയാത്തവരും ധാരാളം ആൾക്കാരുണ്ട്. ഇനി തങ്ങൾ വന്നതിന് ശേഷം ഇനിയും ഞാൻ നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. മഴ കഴിഞ്ഞു, എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി. നിങ്ങളെ പരീക്ഷിക്കുകയാണ് മഴ.
ഒരു തുള്ളി മഴ പെയ്യുമ്പോഴത്തിന് ആൾക്കാർ നീച്ചു. എന്തെങ്കിലും ഒരു തുള്ളി മഴ കൊള്ളാനുള്ള കെൽപ്പ് എന്താ അള്ളാഹ് നമുക്ക് തന്നിട്ടില്ലേ? ഒരു തുള്ളി മഴ പെയ്യുമ്പോഴത്തിന് നമ്മൾ നീച്ചു പോകാന്. എല്ലാവരും വന്ന് മഴ പിന്നെ ഇൻഷാ അല്ലാഹ് അങ്ങനെ നമുക്ക് കൊള്ളാൻ പറ്റാത്ത മഴയൊന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ഞാൻ കേട്ടില്ല. ഇൻഷാ അല്ലാഹ് മുറാദ് ഹാസലാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.